ഒപ്പം തന്നെ ഇതിന്റെ ട്രെയിനിങ് മാനേജറും ആണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. സോ നമുക്ക് ഇന്ന് ഇസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ട്രെയിനിങ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനൽ ഇയർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇവർക്കൊക്കെ വേണ്ടിയുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് ട്രെയിനിങ് സെഷൻസ് ആണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. പ്ലേസ്മെന്റ്സ് നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഈ വിസാറ്റ് കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനോടൊപ്പം നോഷ ടീംസും കൂടുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്ലേസ്മെന്റ്സിന്റെ കാര്യങ്ങൾ നോക്കുന്ന മരിയ പോൾ ഉണ്ട്. അതുപോലെ തന്നെ റോസ്മേരി ഉണ്ട്. ട്രെയിനർ, ഇന്നത്തെ ആപ്റ്റിറ്റ്യൂഡിന്റെ സെഷൻസ് എടുക്കുന്ന അനു കെ പോൾ ഉണ്ട്. അതുപോലെ തന്നെ നോഷയുടെ പ്ലേസ്മെന്റ് ടീംസ് എത്തിയിട്ടുണ്ട്. പ്രൊജക്ട് ടീം എല്ലാവരും ഉണ്ട്. നിങ്ങളോടൊപ്പം അവർ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് നമുക്കൊരു പ്ലേസ്മെന്റ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് നിങ്ങൾക്ക് നടത്തിയായിരുന്നു. അപ്പോൾ ഏകദേശം നോഷയെ പറ്റി, നോഷയുടെ ട്രെയിനിങ് പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ അന്ന് ഒരു ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. ഇതിനോടകം ഒത്തിരി പേര് പരിചയപ്പെട്ടു. അമല, അഭിജിത്ത്, അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഈ പ്രോഗ്രാം ഇങ്ങനെ ഒരു കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ അവർ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 31 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പതുക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു വരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നല്ലൊരു സപ്പോർട്ടിങ് ടീമായിട്ട് നിന്നുകൊണ്ട് നോഷെ എല്ലാ കോളേജിനും ചെയ്യുന്ന പോലെ തന്നെ ഒരു സപ്പോർട്ടിങ് ടീമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവിധ വിഷസും ഈ വിസാറ്റ് കോളേജിന്റെ മെമ്പേഴ്സിന് നോഷയുടെ വക നൽകിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഓരോ ലെവലായിട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്ന സെഷൻ ആപ്റ്റിറ്റ്യൂഡ് സെഷനാണ്. അനു കെ പോൾ ആണ് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസ് അനു ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് അനുവിന്റെ ട്രെയിനിങ് സെഷൻസ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം TCSന്റെ NQT പ്രോഗ്രാമിൽ ട്രെയിനിങ് എടുത്തു. ഏകദേശം 32 പേർക്ക് പ്ലേസ്മെന്റ്സിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിച്ചു. വളരെ സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം ട്രെയിനർ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നാളെയും നമ്മുടെ ട്രെയിനിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള സെഷനാണ് നാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച ടെക്നിക്കൽ സെഷൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം നോഷയുടെ ഫിനിഷിംഗ് സ്കൂളിന്റെ ലേക്ക് ഇന്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടീം ലീഡേഴ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെയും ഫൈനൽ ട്രെയിനിങ്ങിന്റെ അവസാനമാകുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ടെസ്റ്റുകളും ഒക്കെ ആയിട്ട് നടത്തി നമ്മൾ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും നോഷയെ പറ്റി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം. നമുക്ക് നോഷയുടെ എല്ലാ പ്രോഗ്രാംസും ഇപ്പോ വാട്സപ്പിൽ കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. ചിലവർ ചിലപ്പോൾ വാട്സപ്പ് കാണുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പൊ ചെയ്യുന്നത്, ഇപ്പൊ മരിയ നോഷയുടെ യൂട്യൂബിന്റെ ചാനല് ഇപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടും. എല്ലാരും കേട്ടോ? ഹലോ, ഓക്കെ, എല്ലാരും കേൾക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ. ഇപ്പൊ മരിയ നോഷയുടെ യൂട്യൂബ് ചാനല് ഇപ്പോ ഗ്രൂപ്പിൽ ഇടും. എല്ലാവരും അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ തമ്പടിക്കണം.
ഓക്കെ, റെഡി ആണല്ലോ? ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. റെഡിയാണോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ വേഗം മരിയ വേഗം ഗ്രൂപ്പിൽ യൂട്യൂബ് ചാനൽ ഇടുക, ലിങ്ക് ഇടുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോഷ ഒത്തിരി വീഡിയോസ് ഇറക്കുന്നുണ്ട്. നോഷയ്ക്ക് വേണ്ടി അതിൻ്റെ ടീം തന്നെ ഉണ്ട്. വീഡിയോസ്, റിസർച്ച് വർക്കുകൾ, ഒത്തിരി ടെക്നിക്കൽ ട്രെയിനിങ്സ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ ഫുള്ളും അല്ലെങ്കിൽ ഈ ആഴ്ചകളിൽ ഫുള്ളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെഷൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോസ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും അടുത്ത ദിവസം വേറെ വീഡിയോ ഓൺ റിലീസിംഗിൽ വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടണം. അതുപോലെ തന്നെ പ്ലേസ്മെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെഷൻ, ടെക്നിക്കൽ ഇന്റർവ്യൂ സെഷൻസ്, HR ഇന്റർവ്യൂ സെഷൻസ്, അങ്ങനെയുള്ള അപ്ഡേഷൻസ് എല്ലാം യൂട്യൂബിലും ഒക്കെ വരുന്നുണ്ട്. പ്ലേസ്മെന്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോ ഗ്രൂപ്പിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇട്ടോ മരിയെ? ഹലോ, ഓക്കെ, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ മരിയ, സബ്സ്ക്രൈബ് ലിങ്ക് ഇട്ടുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഒരു ലിങ്ക് ഇടാം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും നോഷയുടെ എല്ലാ പ്രോഗ്രാംസും അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ലിങ്ക് നോക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ അത് ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഇട്ടുതരാം. ഓക്കെ, ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ? കിട്ടിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ട്രെയിനിങ് സെഷനിൽ റെസ്പോൺസ് വളരെ ആവശ്യമാണ് കേട്ടോ. ഇനി കുറച്ച് സെഷൻസ് ഒക്കെ സാധാരണ ഈ ഓൺലൈൻ ക്ലാസ് പോലും ഒന്നും നമ്മുടെ ട്രെയിനിങ് കാണില്ല കേട്ടോ. അല്ല അനുവിന് ഓക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഈ ചാനല് 30 പേരുണ്ട്. 30 പേരും ചാനൽ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ല. ഇത് അതിലുള്ള കണ്ടന്റ് ഒന്നും അല്ല. ഇത് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് ജോലി തരാനും നിങ്ങൾക്ക് പ്ലേസ്മെന്റിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ചാനലാണ്. അപ്പോ ചുമ്മാ തമ്പിടല്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തമ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച് ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം അതിനുവേണ്ടി ഒരു ടീം തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രം പോരാ, ആ ചാനൽ നിങ്ങൾ യൂസ് ചെയ്യണം, യൂസ്ഫുൾ ആകണം. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടില് ലോക്ക്ഡൌണിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ സമയത്ത് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ടെക്നിക്കൽ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും നല്ലൊരു പ്ലേസ്മെന്റിലേക്ക് എത്തിക്കാനും നമുക്ക് സഹായിക്കാവുന്ന രീതിയിൽ, ഞങ്ങളുടെ രീതിയിൽ സഹായിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ തമ്പടിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇന്നൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഒരാളുണ്ട്, സോണ. നമ്മുടെ ഇന്നലെ നമുക്ക് ഒരു പ്ലേസ്മെന്റ് അപ്ഡേറ്റ്സ് കിട്ടിയ ആളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ റോസ്മേരി? ഓക്കെ ഓക്കെ. സോണ ജോൺ കെ, സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കൊടകര തൃശ്ശൂരുള്ള സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ വർഷം 2021 പാസ് ഔട്ട് ബിടെക് സ്റ്റുഡന്റ് ആണ്. നമ്മുടെ UST ഗ്ലോബലിൽ പ്ലേസ്മെന്റ് കിട്ടി. ഇന്നലെയാണ് അപ്ഡേറ്റ്സ് കിട്ടിയത്. അതോടൊപ്പം ഇന്നും 2 പ്ലേസ്മെന്റ്സ് വന്നിട്ടുണ്ട് നോഷയില്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നോഷയുടെ എല്ലാ പ്രോഗ്രാംസിലും സോണ അറ്റൻഡ് ചെയ്താറുണ്ട്. സഹൃദയ കോളേജിൽ ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ വിസാറ്റ് കോളേജിലും ടീം പോലെ സഹൃദയ കോളേജിലും നമുക്ക് നോഷയുടെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് അവിടെ നമുക്ക് കിട്ടാൻ സാധിച്ചു.
ഇപ്പൊ ഈ സമയത്ത് നോഷയുടെ വക കൺഗ്രാറ്റ്സ് സോണയ്ക്ക് നൽകിയാണ്. അപ്പൊ സോണ 2 വാക്ക് സംസാരിക്കാം, നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോണനെ വെൽക്കം ചെയ്യാണ്. സോണ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. ഓക്കെ, വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് ചിയർ ആക്കി. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ സർ? കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അനീഷ, വിശ്വാസ് ഓക്കെ, റെഡി അല്ലേ? ഓക്കെ സർ. ഓക്കെ, കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തോ. അപ്പം എൻ്റെ പേര് സോന. ഞാൻ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആണ് പഠിക്കുന്നത്. ഫൈനൽ ഇയർ ബിടെക് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് ആണ്. അപ്പം ഞാൻ ഇന്നലെയാണ് സാറിന് അപ്ഡേഷൻ കൊടുത്തത് ഞാൻ US പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന്. ബിഫോർ 1 month തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓഫർ ലെറ്റർ വരാത്തത് കൊണ്ട് ഞാൻ സാറിന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡും പിന്നെ ടെക്നിക്കൽ ആൻഡ് HR ഇന്റർവ്യൂ ആണ് വരുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഇതിന്റെ പ്രോസസ്സ് വളരെ പെട്ടെന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് കോളേജിൽ നിന്ന് ഇൻഫോം ചെയ്തു, നാളെയാണ് നിങ്ങൾക്ക് USTയുടെ എക്സാം, ആപ്റ്റിറ്റ്യൂഡ് എക്സാം. സോ നിങ്ങൾ ഫോം ഫിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ടാണ് എല്ലാം നമുക്ക് USTയുടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആക്ച്വലി ഞാൻ വിപ്രോയ്ക്കാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് UST കഴിഞ്ഞു വരുന്ന ദിവസം വിപ്രോ ആയിരുന്നു എക്സാം. അപ്പം USTക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ USTക്ക് ഇരിക്കാൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരുന്നതാണ് ശരിക്കും. അങ്ങനെ ഇരുന്നു. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാമറയൊന്നുമില്ല. ആൻഡ് നമ്മുടെ നോർമൽ ഇന്റർവ്യൂ, നമ്മുടെ നോർമൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഭാഗം. എനിക്ക് കമ്മ്യൂണിക്കേഷൻ അത്ര പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ആപ്റ്റിറ്റ്യൂഡ് ആണ് കുറച്ച് എനിക്ക് ഡിഫിക്കൾട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഈ ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് കുറച്ച് എളുപ്പം തോന്നിയ ഭാഗങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ ഡയറക്ഷൻസ്, അതുപോലെ തന്നെ ആൽഫബറ്റ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വരും. അതൊക്കെയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ലക്കിന് വിട്ട് ഞാൻ അതിങ്ങനെ ജസ്റ്റ് കുത്തിട്ടിട്ടാണ് പോവാറ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ഞാൻ എല്ലാം ഒരുവിധം അറ്റൻഡ് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ എല്ലാ സെക്ഷനും വരുന്നുണ്ട്. അതായത് ടെക്നിക്കൽ വരുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ഇല്ല. ബട്ട് അവരുടെ പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് MCQ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ്, അങ്ങനത്തെ 4-5 സെക്ഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരുവിധം കുഴപ്പമില്ലാത്ത എക്സാം ആണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നന്നായി അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അറ്റൻഡ് ചെയ്തതിൽ ഒരുവിധം പിള്ളേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വെറുതെ കിട്ടത്തില്ല, പക്ഷെ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഞാൻ വിപ്രോയ്ക്ക് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാവാം ചിലപ്പം എനിക്കിത് കിട്ടിയത്. കാരണം ഒരുവിധം എല്ലാവർക്കും കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആപ്റ്റിറ്റ്യൂഡിന്റെ റിസൾട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 to 20 ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് വന്നു തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കോളേജ് വഴിയാണ് ഇൻഫോം ചെയ്തത് ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടെന്ന്. അപ്പം എനിക്ക് ഈ പ്രാവശ്യം അവർ നല്ല ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അവർ നടത്തുന്നത്. കുറേയധികം പേർക്ക്, ആകെ എനിക്ക് തോന്നുന്നു ഒരു 8-9 സ്റ്റുഡൻസിനൊക്കെയാണ് കിട്ടാറ്. 7 to 8 സ്റ്റുഡൻസിനൊക്കെയാണ് കിട്ടാറ് ശരിക്കും. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കോളേജിൽ നിന്ന് 19 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 30 സ്റ്റുഡൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ 19 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് പാസ്സായിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ഇന്റർവ്യൂ വന്നിട്ട് അവര് റെസ്യൂമെ നന്നായി ചെക്ക് ചെയ്യും. റെസ്യൂമെ ആണ് അവർ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറയുന്നത് അവരുടെ ടെക്നിക്കൽ പ്രോസസ്സിൽ. അപ്പൊ ഒരുപാട് നമ്മള് കുറെ അതിൻ്റെ ഉള്ളില് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് അവര് നന്നായി ചെക്ക് ചെയ്യും. അവര് അതിൽ നിന്ന് നന്നായി ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പ്രൊജക്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, നമ്മൾ ഈ ഒരു കൊറോണയൊക്കെ സമയം വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറെ സർട്ടിഫിക്കേഷൻസ് കോഴ്സറയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അഡ്വാൻസ്ഡ് ഉണ്ട്, ഫണ്ടമെന്റൽസ് ഉണ്ട്. പക്ഷെ ഞാൻ ഫണ്ടമെന്റൽസ് മാത്രമാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ അവർ ഫണ്ടമെന്റൽസ് നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊജക്ട് നന്നായി ചോദിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അവർ ചോദിച്ചു പ്രോഗ്രാമിംഗ് അറിയുമെന്ന്. ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരിക്കലും പ്രോഗ്രാമിംഗ് അറിയില്ല എന്ന് പറയരുത്. കാരണം എന്റെ ഒപ്പമുള്ള ഒരു സ്റ്റുഡന്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അത് ആവശ്യമില്ല. അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ആവും. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാമിംഗ് അറിയില്ല എന്ന് പറയരുത്. ഞാൻ ഒരുപാട് പ്രോഗ്രാം അറിയുന്ന ഒരു വ്യക്തിയൊന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫണ്ടമെന്റൽ ആയിട്ട് അറിയത്തുള്ളൂ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ ഫിക്സഡ് ആക്കി വെക്കുക. ഈവൻ സി ആയിക്കോട്ടെ, C++ അല്ലെങ്കിൽ പൈത്തൺ, അതായത് കീവേഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഒരുവിധം സെറ്റ് ആക്കി വെക്കുക. അപ്പൊ ഫണ്ടമെന്റൽസ് അറിയൂ എന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് മാത്രമേ നമ്മുടെ അടുത്ത് ചോദിക്കൂ. എന്റെ അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് അവർ ചോദിച്ചത്, ഫണ്ടമെന്റൽസ് അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ. അവർക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം, അതായത് ഗൂഗിളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, എവിടെ വേണമെങ്കിലും നോക്കാം. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് അവർക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോ ഞാൻ ഓൺലൈൻ കമ്പൈലർ ആണ് ചെയ്തത്. ആ സ്ക്രീനും അവർക്ക് ഷെയർ ചെയ്യണം. റെസ്യൂമേ ഷെയർ ചെയ്തും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ കമ്പൈലറും അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ചെയ്തത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ലാപ്പ് ശരിക്കും ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത്, ഞാൻ അപ്പൊ ഫോണിൽ നിന്ന് കയറി ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഷട്ട് ഡൗൺ ആയി. അപ്പൊ ആള് പറഞ്ഞു ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തു. അപ്പം ഞാനിങ്ങനെ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഫോർ ലൂപ്പ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഫോർ ലൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എവിടെയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് പുള്ളിക്കാരൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ തന്നെ ഞാൻ ഫോർ ലൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഷട്ട് ഡൗൺ ആയത്. അപ്പൊ സാർ പറഞ്ഞു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പൊ അവർക്ക് ടെക്നിക്കലായിട്ട് കാണാത്തത് കൊണ്ട് അവർക്ക് അത് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അതൊരു ടെക്നിക്കൽ ഇന്റർവ്യൂ ആണ്. അതിനുശേഷം അവര് പ്രൊജക്ടിനെ കുറിച്ച് നന്നായി ചോദിച്ചു. എന്താണ് മോസ്റ്റ് പ്രോബബ്ലി പ്രൊജക്ടിൽ അവർ എന്ത് റോളാണ് നിങ്ങൾ ചെയ്തതെന്നാണ് ചോദിക്കുക. അതിന് മിക്കവരും പറയുന്നത് റിപ്പോർട്ട് സെക്ഷൻ ആയിരിക്കും. കൂടുതൽ ഞങ്ങളുടെ കോളേജിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത്, ബിക്കോസ് നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് റിപ്പോർട്ട് സെക്ഷനിലായിരിക്കും. അപ്പൊ അത് പറയരുത്, കാരണം അതെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ റോൾ എന്തായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഹാർഡ്വെയർ സെക്ഷൻ ആവും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു സെക്ഷൻ എന്താണെന്ന് പറയാ. അപ്പൊ അവരതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഞാൻ ഹാർഡ്വെയർ സെക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആൾക്കധികം ഹാർഡ്വെയർ അറിയാത്തതാണെന്ന് തോന്നുന്നത് എന്നോട് അധികം ചോദിച്ചില്ല എന്നെ കുറിച്ച്. എന്നോട് പ്രോഗ്രാമിംഗ്, എനിക്ക് തോന്നുന്നു പ്രൊജക്ട് ചിലരുടെ അടുത്ത് ഫൈനൽ ഇയർ പ്രൊജക്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. എന്നോട് ജസ്റ്റ് പ്രൊജക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ തേർഡ് ഇയറിൽ ചെയ്ത പ്രൊജക്ട് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം ടെക്നിക്കൽ ഇന്റർവ്യൂവിൽ പ്രോഗ്രാമിംഗ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ പ്രോഗ്രാമിംഗ് എനിക്ക് ഫുള്ളി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം കമ്മ്യൂണിക്കേഷന് ഇന്റർവ്യൂ എന്ന പ്രോസസ്സിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായി നിങ്ങൾ പ്രസന്റ് ചെയ്തുവെങ്കിൽ അവര് ഈവൻ ടെക്നിക്കൽ ആണ് ഇന്റർവ്യൂ എന്നെങ്കിൽ പോലും അവര് നിങ്ങളെ സെലക്ട് ചെയ്യും. കാരണം അവർക്ക് ആവശ്യമുള്ളത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കുറെ ഐഡിയകളുണ്ട്, അവർ ചോദിക്കുന്നതനുസരിച്ച് നമ്മുടെ കയ്യിൽ കുറെ ഐഡിയകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു യൂസ് ഇല്ല. അതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രോസസ്സിന്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അവര് ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂവിന് കിട്ടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അവര് നമുക്ക് കോളേജിൽ നിന്ന് നമുക്ക് ഇൻഫോം ചെയ്തു ഇത്രയും സ്റ്റുഡൻസിന് ഇന്റർവ്യൂ പാസ് ആയിട്ടുണ്ട്. ടെക്നിക്കൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഉറപ്പിക്കാൻ നമുക്ക് കിട്ടി എന്നുള്ളത്. കാരണം അവരത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ വരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്, ടെക്നിക്കൽ ഇന്റർവ്യൂ വരെയാണ്. HR അവര് നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് HR കൂടുതൽ അവര് ചെയ്യുന്നത്. അങ്ങനെ HR നമുക്ക് ടെലിഫോണിക് ആയിരുന്നു. പലർക്കും അത് അറിയത്തില്ല ടെലിഫോണിക് ആവുന്നു, ബിക്കോസ് നമ്മുടെ കോളേജിൽ നിന്നൊന്നും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ആളുടെ അടുത്ത് എനിക്ക് 10 മിനിറ്റ്സ് തരുമോ, ഞാൻ വീട്ടിലില്ല എന്നൊക്കെയാണ് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞത്. സോ ബിക്കോസ് നമുക്ക് ടെലിഫോണിക് ആയിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു. അവര് വെർച്വൽ ആയിട്ട് അവർ നടത്താറില്ല ഇന്റർവ്യൂ. എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയേഴ്സ് നമ്മുടെ കോളേജിൽ നിന്ന് പോയി ഫൈനൽ ഇയർ ചേച്ചിമാരും എന്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് ടെലിഫോണിക് ആയിരുന്നു HR. അപ്പൊ HR എപ്പോഴും അവര് ടെലിഫോണിക് ആയിട്ട് തന്നെ നടത്താം. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്, നിങ്ങളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് HR ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഗ്രൂപ്പ് ആയിട്ടാണോ ടീം വർക്ക് ആണോ അതോ ഇൻഡിവിജ്വൽ വർക്ക് ആണോ കൂടുതൽ നല്ലത്, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതൊരു വെർച്വൽ ആയിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്നത് കൊണ്ട് വെർച്വൽ ആയിട്ടാണ് അവർ ഇന്റർവ്യൂ പ്രോസസ്സുകളൊക്കെ നടത്തുന്നത്.
അപ്പോൾ അതില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാണെങ്കിൽ പലരും ഇന്റർവ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞു വരുമ്പം കാണാൻ കഴിയുന്നത് ഒട്ടും ഇന്റർവ്യൂ പ്രോസസ്സിനെ പ്രതീക്ഷിക്കുന്നത് വളരെ ഡീസെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു ഫോമൽ ലുക്കാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പല കുട്ടികളും ഇൻഫോർമൽ ആയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ വിചാരിക്കും വെർച്വൽ ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കത്തില്ലാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ അത് ഡ്രസ് ചെയ്യാൻ ശ്രമിക്കണം. അതും ഫോമൽ ആയിട്ട് തന്നെ ഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയോ, അവർ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കും, ഉറപ്പാണ്. അത് ഈ കമ്പനി അല്ല, ഏത് കമ്പനി ആയിക്കോട്ടെ. പിന്നെ എനിക്ക് തോന്നിയത് ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ അത് കിട്ടത്തില്ല. ആപ്റ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവില്ല. അതായത് ചിലർക്ക് ഇപ്പൊ എനിക്ക് ആ സ്പീഡ് ആ ഒരു ഭാഗമൊക്കെയാണെങ്കിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു സെക്ഷനാണ്. അപ്പൊ അത് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കാം. ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആസ്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ, ഇപ്പം ഡയറക്ഷൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എനിക്ക് അത്യാവശ്യം അറിയാം ഇത് ചെയ്യാൻ. അപ്പൊ ഞാൻ അതൊക്കെയാണ് അറ്റൻഡ് ചെയ്യാറ്. നിങ്ങൾക്ക് അറിയുന്നത് ആപ്റ്റിറ്റ്യൂഡിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ എനിക്ക് എന്താണ് പിന്നെ ഈ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ എന്ന് പറയുന്നത് TCSന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന് ഒരുപാട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് 1200 ആയിരുന്നു അതിൽ മാർക്ക്. 1800 എനിക്ക് തോന്നുന്നു 1400 തൊട്ടോ 300 തൊട്ടോ ആണ് അവര് കുട്ടികളെ സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് ആകെ വിഷമമായി കിട്ടാണ്ടിരുന്നു. കാരണം നമ്മൾ അത്രയധികം പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടാതായപ്പോ നമുക്ക് പിന്നെ ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പിന്നത്തെ ഇന്റർവ്യൂകൾ എനിക്ക് തോന്നുന്നു പിന്നെ 2-3 ഇന്റർവ്യൂ ഞങ്ങളുടെ വന്നിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അതും എനിക്ക് കിട്ടിയില്ല. അതായത് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് കുറച്ച് ടഫുള്ള ഒരു സംഭവമാണ്. മാത്സ് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ അത് ഒരു 2-3 ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്തത്. ഇവര് വളരെ സപ്പോർട്ടാണ് നമുക്ക്. ഇവര് തരുന്ന വർക്ക്ഷോപ്പുകൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാവുക. ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം അത് കുറച്ച് യുണീക്ക് ആണ്. കാരണം നമ്മള് ഈ റെസ്യൂമെ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മൾ നോർമൽ രീതിയിലാണ് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരൊരു വെബ്സൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് യുണീക്ക് ആക്കാണ് പലരിൽ നിന്നും ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ സപ്പോർട്ടാണ് സാറൊക്കെ. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ സാറ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ളതാണ്. സാർ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. കുറെ അധികം നന്നായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ ടീമിനും സാറിനും വളരെ താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക്സ് സോണ. ഇപ്പോ 2 വാക്ക് അനു നമ്മുടെ ട്രെയിനിങ്ങിന്റെ എന്താണ് 2 വാക്ക് അനു സംസാരിക്കും. എല്ലാവിധ കൺഗ്രാറ്റ്സും ഇപ്പൊ അറിയിക്കുകയാണ്. അനു ഒന്ന് കൺഗ്രാറ്റ്സ് നമ്മുടെ വക, ടീം നോഷയുടെ വക ഒരു കൺഗ്രാറ്റ്സ് അനു ഇപ്പൊ പറയുന്നതായിരിക്കും. അപ്പോ നമുക്ക് എന്തായാലും ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവരുടെ പാർട്ടിസിപ്പൻസ് തരുന്ന ആ ഒരു ഫീഡ്ബാക്ക് ആണ് എപ്പോഴും നമ്മുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഓരോരുത്തര് പ്ലേസ്മെന്റ് കഴിയുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവാണ്. പിന്നെയും കൂടുതൽ പിള്ളേരിലോട്ട് ഇറങ്ങി ചെന്ന് അവർക്ക് കൂടുതൽ പ്ലേസ്മെന്റ് കൊടുക്കാനും ഒക്കെ നമുക്ക് പിന്നെയും കോൺഫിഡൻസ് വരാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ സോനയ്ക്ക് കൺഗ്രാറ്റ്സ്. എന്താണേലും 2-3 കമ്പനീസ് പോയിട്ടും പിന്നെയും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കാണിച്ചതിലാണ് എനിക്കത് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ കാണുന്ന പിള്ളേർക്ക് ഒരെണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ അയ്യോ കിട്ടിയില്ലല്ലോ, ഇനി എനിക്ക് കിട്ടാനേ പോണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചിരിക്കും. അപ്പൊ അത് നമുക്ക് ഓരോ സൈഡിൽ നിങ്ങളിപ്പോ ഫസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ആണ് നിങ്ങളിപ്പോ പറഞ്ഞത് USTയും അസെഞ്ചറും ക്യാപിജെമിനിയാണ്. ഇതിലേതാ ഫസ്റ്റ് ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം ഔട്ട്പുട്ട് അവർക്ക് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഒരെണ്ണം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതിന് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കരുത്. അതിൽ നിന്ന് ഒന്നും കൂടി എനിക്ക് അടുത്ത ആഴ്ച എന്താണേലും കിട്ടണം എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നെക്സ്റ്റ് എക്സാം എന്താണേലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് സെഷൻ ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ഇപ്പൊ സോന പറഞ്ഞ പോലെ തന്നെ മാത്സ് ആയിരിക്കും, മാത്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. പിന്നെന്താണ് മാത്സ് അത്രയ്ക്ക് ഇതില്ലാത്തവര് അറ്റ്ലീസ്റ്റ് അതിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ് എങ്കിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ആൻസേഴ്സ് നോക്കിയിട്ട് ഒരു കറക്റ്റ് കുത്താനെങ്കിലും നമുക്ക് പറ്റണമല്ലോ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫണ്ടമെന്റൽസ് ഒക്കെ ഒന്ന് നോക്കി മീൻസ് അതിനകത്ത് ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. ഓരോ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് ട്രെയിൻസിന്റെ ഇക്വേഷൻസ് വരും, പിന്നെ പെർമിറ്റേഷൻസ്, കോമ്പിനേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ഓരോന്നിന്റെ ഇക്വേഷൻസ് അതൊക്കെയാണ് നമുക്ക് മാക്സിമം ചെയ്യാം. അതായത് മാത്സ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് കേട്ടോ, അല്ലാത്തവരെ ഞാൻ പറയത്തില്ല. അപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, ഒരു നേരെ പിടിക്കുന്ന മൂക്ക് വളച്ച് പിടിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണം അത് ഈ ഒരു റീസണിങ് വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഓൾ പ്ലേസ്മെന്റ് ഈ ട്രൈ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നിപ്പോ എടുത്ത തന്നെയും ആപ്റ്റിറ്റ്യൂഡ് നമ്മള് കുറെ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ഏരിയ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് വിട്ടിട്ട് പോവാണ്ട് ഇതിനെ ബാക്കപ്പ് ചെയ്ത് നിങ്ങൾ വേറെ കുറെ ക്വസ്റ്റ്യൻസ് ട്രയൽ അടിച്ച് നോക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പൊ 3 കമ്പനീസ് ആണ് അടുപ്പിച്ച് എന്താണ് ഡ്രൈവിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് അങ്ങനെയാണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തിൽ പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയാ 2-3 കമ്പനീസ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് പോവുക. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡിൽ ഇരിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാം, എന്നാലും നമുക്ക് പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ കയ്യിലൊരു ജോലിയും കൊണ്ട് ഇറങ്ങുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി തൊട്ട് പോവാന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളെ കോളേജസ് ആണ് നല്ല സപ്പോർട്ടാണ്. എനിക്ക് മനസ്സിലാവുന്ന ഇത്രയ്ക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങളുടെ കോളേജ് എത്രമാത്രം പ്ലേസ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ അത്രമാത്രം എന്താണ് ഇൻപുട്ട് അവർക്ക് കൊടുത്താൽ മാത്രമാണ് ഇനിയും എന്താണ് പ്ലേസ്മെന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കിട്ടുന്ന വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സന്തോഷം. അപ്പൊ ഒരിക്കൽ കൂടി സോന ജോൺ കൺഗ്രാറ്റ്സ് വരികയാണ് നോഷയുടെ വക. നല്ല വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. നല്ല ഒരു ബിക്കോസ് ഇവരെ സംബന്ധിച്ചിടത്തോളം നോഷയായിട്ട് ആദ്യത്തെ ഒരു ട്രെയിനിങ് സെഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെയൊക്കെ ആയിട്ട്. അവിടെ ഇങ്ങോട്ട് ഇന്നലെ പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇന്നാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ തന്നെ സാറേ വരാം, ഞാൻ 2 വാക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നല്ല മനസ്സിന് നോഷയുടെ വക താങ്ക്സ് പറയാണ്. ഇവിടെ തീരുന്നില്ല. പ്ലേസ്ഡ് ആയാലും ഇനി UST ചെന്നാലും ഇനിയും കഴിഞ്ഞ ദിവസം TCS വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ട്, സാറേ എന്റെ വക എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ സാറ്റർഡേ ഫ്രീ ആട്ടോ, നമ്മുടെ കുട്ടികൾക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ വരാട്ടോ, സാറിന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, നല്ല പ്രോഗ്രാംസ് ആണ്. ഫേസ്ബുക്കിൽ ഞാൻ യൂട്യൂബ് കണ്ടു, ഒത്തിരി കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിച്ചു തരുന്നു. സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും വന്ന് സപ്പോർട്ട് തരാം എന്നൊക്കെ ഒരു സന്തോഷത്തോടു കൂടി പറയുന്നു. അത് തന്നെയാണ് അനു പറഞ്ഞ പോലെ തന്നെ നോഷയുടെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സപ്പോർട്ടിംഗ് ടീമായിട്ട് നമുക്ക് തുടരാം. ഓക്കെ, വൺസ് അഗൈൻ സോന, കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഗുഡ് വേർഡ്സ്. താങ്ക്സ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സന്തോഷം. ഇനിയും അടുത്ത വർഷം ഈ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേര് ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ വിശ്വാസം നേരുകയാണ്. ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്തവർ ഒരു കാരണവശാലും മിണ്ടാതിരിക്കരുത്, അറിയിക്കണം. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് നോഷയുടെ ഉണ്ട്. ഒരു സെഷൻ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 9 മണിക്ക് അവരുടെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടുവാൻ വിസാറ്റ് കോളേജിൽ നിന്ന് കിട്ടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ പ്ലേസ്മെന്റ് ഓഫീസറിനെ വളരെ താങ്ക്സോടുകൂടി ഓർക്കുന്നു. സാറ് വളരെ സാർ ഞങ്ങളുടെ പ്രോഗ്രാംസ് അവരെ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ കോളേജിലേക്ക് നോഷനെ ഇൻവൈറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു അവസരം തരുന്നതും. താങ്ക്സ് സാർ ഉണ്ടെങ്കിൽ സാറിനുള്ള താങ്ക്സ് പറയാണ്. നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രോഗ്രാംസ് ലൈവിലേക്കും വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അനു. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അനു ചോദിക്കും കേട്ടോ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവര് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞേരട്ടോ അനു. സാധാരണ ഇവര് ഒരു ഓൺലൈൻ ക്ലാസ് പോലെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അതൊന്നും പാടില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ 100% നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ചും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് ആണ് വേണ്ടത്.
കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ സാർ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടാസ്കുകൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യും. അത് എന്താ പറയാ, ആ ടാസ്ക് ഒക്കെ ചെയ്യാനുള്ള മനസ്സ് വേണം. ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യും. അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് നോഷയുടെ വക കിട്ടണം. അതിനുവേണ്ടി ഇവിടെ എല്ലാ ടീമും ഉണ്ട്, മനീഷയുണ്ട്, എല്ലാവരും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, കണ്ടിന്യൂ. ഓക്കെ. അപ്പോ നിങ്ങൾക്കിപ്പോ മെയിൻലി ഇപ്പൊ പറഞ്ഞേക്കുന്നത് 3 കമ്പനീസ് ആണ്, അസെൻചറും ക്യാപിജെമിനിയും പിന്നെ എന്താണ് USD ആണ് ഉള്ളത്. അപ്പൊ ഇത് രണ്ടെണ്ണത്തിലും ഒരു വ്യത്യാസം വരുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാല് നമ്മുടെ ക്യാപിജെമിനിയാണ്. കാരണം അവര് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻസ് അല്ല അവർക്ക് ഫസ്റ്റത്തെ റൗണ്ട് ആയിട്ട് വരുന്നത്. സാധാരണ ഇപ്പോ നമ്മുടെ സോന പറഞ്ഞാല് USD ഇപ്പൊ പറഞ്ഞല്ലോ, ആപ്റ്റിറ്റ്യൂഡ് ആകുമ്പോൾ ന്യൂമറിക്കൽ, വെർബൽ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അങ്ങനെയാണ് വരുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് അസെൻചറിലും വരത്തുള്ളൂ. പിന്നെ ക്യാപിജെമിനിൽ വരുന്ന വ്യത്യാസം എന്നാല് അവർക്ക് ഫസ്റ്റത്തെ റൗണ്ട് ആപ്റ്റിറ്റ്യൂഡ് അല്ല, അവർക്ക് ഒരു സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ടാവും മിക്കവാറും. അതിപ്പോ നിങ്ങൾക്കിപ്പോ ക്യാമ്പസിലോട്ട് വരുന്നതുകൊണ്ട് അവര് കൃത്യമായിട്ട് പറയും എന്തൊക്കെ റൗണ്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാന്ന്. ഇപ്പൊ മിക്കവാറും ഇപ്പൊ ഒരു ഓഫ് ക്യാമ്പസ് ഡ്രൈവ് കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് അവർ പറഞ്ഞത് ഫസ്റ്റത്തെ റൗണ്ട് സ്യൂഡോ കോഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞത്. അപ്പോ സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് മിക്കവാറും ഒരു അൽഗോരിതം തരും, അല്ലെങ്കിൽ ഒരു അൽഗോരിതം തരും, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ പിന്നെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് MCQs ആയിരിക്കും. അതിൽ ഡാറ്റ സ്ട്രക്ചർ, C++, ഊപ്സ്, ഈ ഏരിയാസ് ഒക്കെ എന്താണെങ്കിലും ബേസിക്സ് എന്താണെങ്കിലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ എന്താണ് നമ്മുടെ ഗ്രാഫ്, ട്രീ, പിന്നെ ഈ ട്രീയിലൊക്കെ പിന്നെ നമ്മളെ ഈ എന്താണ് ട്രീയില് സെർച്ചിങ് അല്ല, നമ്മുടെ ഇതില് അറേസിലെ സെർച്ചിങ്, സോർട്ടിങ്, ആ കാര്യങ്ങളൊക്കെ, ആ അൽഗോരിതംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ലോജിക്ക്, അതൊക്കെ എന്തായാലും നോക്കി വെക്കണം. കാരണം ഇവര് അൽഗോരിതം ആയിട്ട് തരും, അല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇങ്ങനെ ഒരു അറേ ലിസ്റ്റ് തരും, എന്നിട്ട് അതിന്റെ അകത്ത് ഈ ഒരു എലമെന്റ് സെർച്ച് ചെയ്യണമെങ്കിൽ ഏത് അൽഗോരിതം ആയിരിക്കും ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും ആ എല്ലാ എന്താണ് ഓരോ സോർട്ടിങ് ഉണ്ടല്ലോ, ഹീപ്പ് സോർട്ട്, ക്വിക്ക് സോർട്ട്, സെലക്ഷൻ സോർട്ട്, പിന്നെ കുറെ സോർട്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ക്യാപിജെമിനിക്ക് പോകുമ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്താണെങ്കിലും ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് 3 കമ്പനീസ് ഉള്ളതുകൊണ്ട് ഈ 3 എണ്ണത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ 2 സെക്ഷൻ ആയിട്ടായിരിക്കും പഠിപ്പിക്കുക, ആപ്റ്റിറ്റ്യൂഡും സ്യൂഡോ കോഡും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂമറിക്കൽസും പിന്നെന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, അങ്ങനെ ഏരിയാസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. മെയിൻലി മാത്സ് ആയിരിക്കും. പിന്നെ സ്യൂഡോ കോഡിലാണെങ്കിൽ മെയിൻലി ഒരു അൽഗോരിതം തരും, എന്നിട്ട് ആ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ ചോദിക്കും ആ ഒരു അൽഗോരിതം റൺ ചെയ്യാൻ എത്രമാത്രം സ്പേസ് വേണ്ടി വരും, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഞാൻ പ്രസന്റ് ചെയ്യുവാണ്, അത് കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? അപ്പൊ ഒന്നല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആൻസേഴ്സ് ചോദിക്കുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വഴി എനിക്ക് ആൻസർ എന്തായാലും കിട്ടിയിരിക്കണം കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് പഠിത്ത സാധാ കോളേജ് ലൈഫ് അല്ല ഞാനിപ്പോ പറയുന്നത്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഒരു നിലനിൽക്കാനുള്ള ഒരു വഴിയാണ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യണം, അതിൽ ഉറക്കം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോ ഇത് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ആണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പൊ ഇതില് എന്താണ്, ദ സ്പീഡ്സ് ഓഫ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ആർ 30 km/h and 40 km/h respectively. Initially, Virat Kohli is at a place A and Rohit Sharma is at place B. The distance between A and B is 650 km. Rohit started his journey 3 hours earlier than Virat to meet each other. If they meet each other at a place B, somewhere between A and B, then the distance between B and B is. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിൽ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അത് ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് നമ്മുടെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിന്റെ അകത്തേക്ക്
ഇതിനകത്ത് നമുക്ക് ഡാറ്റസ് കുറച്ച് എടുത്ത് എഴുതുവാണ് കേട്ടോ. അപ്പോ ഓക്കെ, ഫസ്റ്റ് ഇവര് പറഞ്ഞിരിക്കുന്നത് 2 പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. അപ്പൊ 2 പേരുടെ സ്പീഡാണ് ഫസ്റ്റ് അവർ പറഞ്ഞു തന്നേക്കുന്നത്, 30 കിലോമീറ്ററും പിന്നെ 40 km/h. അപ്പൊ ഞാൻ സ്പീഡ് ആയതുകൊണ്ട് SR എന്ന് കൊടുക്കുകയാണേ. SR എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 30 km/h ആണ്. പിന്നെ പറയുന്നത് വിരാട് കോഹ്ലിയുടെ, അപ്പൊ SV എന്ന് കൊടുക്കുകയാണ്, അതിന്റെ 40 km/h ആണ്. ഓക്കെ, പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇനിഷ്യലി വിരാട് കോഹ്ലി ഈസ് അറ്റ് പ്ലേസ് A ആൻഡ് രോഹിത് ശർമ്മ ഈസ് അറ്റ് പ്ലേസ് B. അപ്പൊ നമ്മള് ഇത് എയും ബി ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് പ്ലേസിൽ ആരാ നിൽക്കുന്നത്, വിരാട് കോഹ്ലിയാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്ലേസിൽ രോഹിത് ശർമ്മ. ഓക്കെ, അത് കഴിഞ്ഞ് പറയുന്ന സംഭവത്തിലാണ്, അത് കഴിഞ്ഞല്ല, പിന്നെ പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B 650 km. അപ്പൊ ഇവർക്ക് 2 പേർക്കും കൂടി ഇതിന്റെ ഇടയിലുള്ള ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 650 ആണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ അവർ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി 3 hours earlier than വിരാട് ടു മീറ്റ് ഈച്ച് അതർ. അപ്പോ ഈ രോഹിത് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ വരുന്നത്, ഇവിടെ നിങ്ങളും ഇവിടെ നിങ്ങളും ആയിരിക്കും. അപ്പൊ രോഹിത് ഓൾറെഡി ഒരു 3 മണിക്കൂർ ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്ന് അവർ പറഞ്ഞത് അല്ലേ. ഇതാണോ, എന്താണ്, രോഹിത് സ്റ്റാർട്ടഡ് ഹിസ് ജേർണി 3 hours earlier than വിരാട് ടു മീറ്റ് ഈച്ച് അതർ. അപ്പൊ ഫസ്റ്റ് ഒരു 3 മണിക്കൂർ രോഹിത് ജേർണി എടുത്തു. അതിനുശേഷമാണ് വിരാട് കോഹ്ലി ഇവിടുന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു 3 മണിക്കൂർ രോഹിത് ശർമ്മ ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ രോഹിത് ശർമ്മ ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? കാരണം എന്തോ രോഹിത് ശർമ്മയുടെ സ്പീഡ് നമുക്കറിയാം 30 km/h ആണ്. എത്ര മണിക്കൂർ എടുത്തു? ടൈം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് എത്രയായിരിക്കും? കിലോമീറ്റർ. എന്തോ 90 അല്ലേ? 90 km/h ആണ് 3 മണിക്കൂർ കൊണ്ട് രോഹിത് ശർമ്മ ട്രാവൽ ചെയ്തെടുത്തത്. അതെന്നാന്നറിയോ, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ പകുതി ഞാൻ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ചോദിച്ചത്. അപ്പോ 90 km/h ആണ് രോഹിത് ട്രാവൽ ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ അപ്പൊ എന്താണ്, ഈ 650-ല് 90 km ഓൾറെഡി രോഹിത് ട്രാവൽ ചെയ്തു. പിന്നെ ഇവർക്ക് 2 പേര് വിരാട് ഇവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ രോഹിത് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവർക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 560. യെസ്, 560 km ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവരൊരു എന്താണ് ഒരു ഈ എന്താണ് മീറ്റ് ഈച്ച് അതർ അറ്റ് എ പ്ലേസ് ഡി സംവെയർ ബിറ്റ്വീൻ A ആൻഡ് B. അതായത് ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഒരു D എന്ന് പറഞ്ഞ പൊസിഷനിലാണ് 2 പേരും കൂടി മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമുക്കിപ്പോ ഓൾറെഡി അറിയാം വിരാട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രോഹിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാല് എത്ര ടൈം എടുത്തു. അതായത് ഇപ്പൊ വിരാട് ഇവിടുന്ന് ഡിയിലോട്ട് വരും, രോഹിത് ഇവിടുന്ന് ഡിയിലോട്ട് വരും. ഇപ്പൊ 2 പേർക്കൂടി കൂടി എത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഇവര് ഡിയിൽ എത്തിയത്? ഓക്കെ, അപ്പൊ നമുക്ക് ടൈമാ കണ്ടുപിടിക്കേണ്ടത്. ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ 2 പേര് 2 പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്, 2 സ്പീഡാ 2 പേർക്കും. അപ്പൊ നമ്മൾ ഇവിടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നത് റിലേറ്റീവ് സ്പീഡാണ്. 2 പേരുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്പീഡാണ് നമ്മൾ ഇവിടെ ടൈം കണ്ടുപിടിക്കാൻ എടുക്കുക.
അപ്പൊ റിലേറ്റീവ് സ്പീഡ് കാണുന്നതിന് 2 ടൈപ്പ് ഉണ്ട്. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് കാണാൻ ഇവർ 2 പേരുടെയും കൂടി സ്പീഡ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോ വിരാട് ഇവിടെ നിന്നും രോഹിത് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവരുടെ സ്പീഡ് എത്രയായിരിക്കും? ഈ 2 സ്പീഡും കൂടി ആഡ് ചെയ്താൽ മതി. 13, 14. അപ്പൊ എത്രയായിരിക്കും സ്പീഡ്? 70 ആയിരിക്കും അല്ലെ? 70 ആയിരിക്കും. പിന്നെ വരുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ് ഇവർക്ക് ട്രാവൽ ചെയ്യാനുള്ളത്? ഡിസ്റ്റൻസ് എത്രയാണ്? 560 ആണോ? ഓക്കെ. അപ്പൊ 560 by 70 എത്രയായിരിക്കും? എത്ര അവേഴ്സ് എടുക്കാം? 8. ഓക്കെ. അപ്പൊ 8 മണിക്കൂർ കൊണ്ട് വിരാട് ഇവിടുന്ന് ഡിയിലെത്തും, രോഹിത് ഇവിടുന്ന് ഡിയിലെത്തും. ഓക്കെ. അപ്പൊ 8 അവേഴ്സ് കൊണ്ട് രോഹിത് ഇവിടെ എത്തി. ഓക്കെ. പിന്നെ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, if they meet each other at a place D somewhere between A and B, then the distance between D and B, ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടോ? ഡി എന്ന് പറഞ്ഞ ഇതാണ്. ഈ ഡിയും ഈ ബിയും ഇതിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു പൊസിഷനിൽ രോഹിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം 90 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. പിന്നെ ഈ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഓക്കെ, ഒരു മിനിറ്റ്. അതെന്നാന്ന് വെച്ചാല് ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? സ്പീഡ് ബൈ ടൈം ആണ്. സോറി, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിയും ബിയും തമ്മിൽ ആരെ ട്രാവൽ ചെയ്യുന്നത്? രോഹിത് മാത്രമല്ലേ ട്രാവൽ ചെയ്യുന്നുള്ളൂ, ഈ ഡിയും ബിയിലും തമ്മില്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാല് ഈ രോഹിത് ശർമ്മയുടെ ടൈം മാത്രം എടുത്താൽ മതി. അപ്പൊ 8 അവേഴ്സ് ഈ ഇത്രയും ഡിസ്റ്റൻസിൽ എടുത്തു, പിന്നെ ഒരു 3 അവേഴ്സ് ഈ ഡിസ്റ്റൻസിൽ എടുത്തു. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 11 അവേഴ്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ അവരുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? ഡിയും ബിയും തമ്മില്. ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരെ ട്രാവൽ ചെയ്യുന്നത്? രോഹിത് ശർമ്മയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി സ്പീഡ് കണ്ടുപിടിക്കാൻ? രോഹിത് ശർമ്മയുടെ സ്പീഡ് എടുത്താൽ മതി. രോഹിത്തിന്റെ സ്പീഡ് എത്രയായിരുന്നു? 30. അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 30 ആണ്, ടൈം 11 ആണ്. അപ്പൊ എത്ര കിട്ടും? 330 കിലോമീറ്റർ. ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 330 കിലോമീറ്റർ ആണ്. പിടികിട്ടിയോ ചെയ്തത്? ഞാൻ ഒന്നുകൂടി പറയാം. വിരാട് പ്ലേസ് എയിൽ നിൽക്കുന്നുണ്ട്, രോഹിത് പ്ലേസ് ബിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്ന ഒരു മെയിൻ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ ഓൾറെഡി 3 മണിക്കൂർ മുമ്പ് ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് വിരാട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആ 3 മണിക്കൂർ കൊണ്ട് രോഹിത് എത്ര കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു എന്നാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, തന്നേക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 അവേഴ്സ് ആണ്. രോഹിത് ആണ് ആ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ രോഹിത്തിന്റെ സ്പീഡ് എത്രയാണ്? 30 ആണ്. അപ്പോ അതിന്റെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 90 km/h കിട്ടി. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിൽ രോഹിത് ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ സ്പേസിൽ എത്തിയത്. അത് കഴിഞ്ഞ് എന്തുണ്ട്, പിന്നെ അവർക്ക് ടോട്ടൽ കാണാൻ 2 പേർക്കൂടിയും കൂടി കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 560 കിലോമീറ്റേഴ്സ് ആണ്. ടോട്ടൽ 650 ആയിരുന്നു. അതിൽ 90 ഇപ്പോൾ ഓൾറെഡി രോഹിത് ശർമ്മ മാത്രം കവർ ചെയ്തു. ബാലൻസ് 560 കിലോമീറ്റേഴ്സ്. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ ഇവർ 2 പേരോട് കൂടി ഒരു ഡി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിൽ എത്തുമ്പോ നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, രണ്ടുപേരും കമ്പൈൻ ചെയ്ത് 560 ആണ്.
പിന്നെ ഉള്ളത് റിലേറ്റീവ് സ്പീഡ് ആയിരുന്നു. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് കൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ കൂടി ആഡ് ചെയ്തു. അപ്പൊ 30 + 40, അതായത് 70 km/h ആണ് ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും, 560 തന്നെ എടുക്കും. ഇപ്പൊ ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് റിലേറ്റീവ് സ്പീഡ് എടുത്തപ്പോൾ ആഡ് ചെയ്തത്. ഇപ്പൊ ഇവര് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ സ്പീഡ് രണ്ടുപേരുടെയും കൂടി സബ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടി വരും. ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കീ പോയിന്റ്സ് ഉണ്ട് നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴും. അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് റിലേറ്റീവ് സ്പീഡും കിട്ടി, ഡിസ്റ്റൻസും കിട്ടി. അപ്പൊ നമ്മൾ അതിന്റെ ഏകദേശം ഒരു 8 മണിക്കൂർ എടുത്തപ്പോഴാണ് രണ്ടുപേരും ഡിയിലെത്തിയത്. അതായത് രോഹിത് ശർമ്മ 8 hours എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്, അതേപോലെ തന്നെ വിരാട് കോഹ്ലി 8 hours എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഡിയും ബിയും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരാൾ മാത്രമേ ഈ ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുള്ളൂ, അത് രോഹിത് ശർമ്മയാണ്. അപ്പൊ രോഹിത് ശർമ്മയുടെ 30 km/h എന്ന് പറഞ്ഞ സ്പീഡാണ് നമുക്ക് എടുക്കാനുള്ളൂ. പിന്നെ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് 8 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. അപ്പോ ഏകദേശം എത്ര മണിക്കൂർ? അപ്പൊ ടോട്ടൽ അവേഴ്സ് എത്രയായിരിക്കും? ഇവിടെ 8 മണിക്കൂർ, ഇത് 3 മണിക്കൂർ. അപ്പൊ നമുക്ക് 11 hours ആണ് ടോട്ടൽ അവേഴ്സ് ആള് ഇത്ര ഫുൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്തത്. അപ്പൊ ഓൾറെഡി പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഡിസ്റ്റൻസിൽ നമുക്ക് എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ടൈം നമുക്ക് ഓൾറെഡി അറിയാം എത്രയായിരുന്നു, 11 hours ആണ്. സ്പീഡ് എന്ന് പറഞ്ഞത് രോഹിത് ശർമ്മയുടെ മാത്രം സ്പീഡ് എടുത്താൽ മതി, 30. അപ്പൊ 30 × 11, 330 km ആണ് ഇവര് രണ്ടുപേരും ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നിങ്ങൾ ഓരോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്ത് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഫൈനൽ ഡിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ചിന്തിച്ചാൽ മാത്രമാണ് എവിടെ നിന്ന് ഇത് എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ഇപ്പൊ ക്ലിയർ ആവാൻ കുഴപ്പമില്ല, പക്ഷെ പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇതിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് റെഫർ ചെയ്താൽ മതി. ഇന്ന് പഠിപ്പിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ളവരോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ചാറ്റ് ബോക്സ് ആയാലും എനിക്ക് റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, ടൈം കുറവാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് നെക്സ്റ്റിലോട്ട്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓക്കെ, പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷന്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് പറയുന്ന നോക്കിക്കോ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കണം കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് 4 liters of mixture contains 1/5 of milk and rest is water. Another 5 liters of mixture contains 1/6 of milk and rest is water. The ratio of milk and water in the mixture if they are poured into a container with capacity of 9 liters. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടും 2 മിക്സ്ചേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് മിക്സ്ചർ M1 ഉം രണ്ടാമത്തെ മിക്സ്ചർ M2. ഓക്കെ, ഫസ്റ്റത്തെ മിക്സ്ചർ എന്ന് പറഞ്ഞത് 4 liters ആണ്. രണ്ടാമത്തെ മിക്സ്ചർ എന്ന് പറഞ്ഞത് 5 liters ആണ്. പിന്നെ അതിൽ പറയുന്നത് എന്താന്ന് നോക്കിക്കേ, 4 liters ഓഫ് ആദ്യത്തെ മിക്സ്ചറിൽ 1/5 മിൽക്കും ബാക്കിത്തെ വാട്ടർ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു മിക്സ്ചർ എടുക്കുവാണെങ്കിൽ ഇത് ടോട്ടൽ അവർ ഡിവൈഡ് ചെയ്യുന്നത് 5 ആയിട്ടാണ് അല്ലെ. 1/5 ആണ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ 5 ഉണ്ട്, അതിൽ ഒരു ഫ്രാക്ഷൻ ആണ് മിൽക്ക് ഉള്ളത്, ഒരു ഫ്രാക്ഷൻ.
ബാലൻസ് ഉള്ളത് എന്താണ് അവർ പറയുന്നത്? വാട്ടർ ആണ് പറയുന്നത്. അപ്പോ വാട്ടറിന്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 4/5. ഓക്കെ, 4/5 ആയിരിക്കും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ, ഇത് വിട്ടു പോകരുത്. അപ്പൊ 4/5 ആയിരിക്കും അതിന്റെ മിക്സറിന്റെ ഇത്. പിന്നെ രണ്ടാമത്തെ മിക്സറിലും ഇതേപോലെ തന്നെ 2 മിൽക്കും വാട്ടറും ഉണ്ട്. മിൽക്കിൽ 1/6 ആണ് മിൽക്ക്, ബാക്കിയാണ് വാട്ടർ അല്ലേ? അപ്പൊ എത്രയാ വാട്ടറിന്റെ എമൗണ്ട്? എത്രയായിരിക്കും? 5/6. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മിൽക്കിന്റെ എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റത്തെ എന്താണ് മിക്സറിൽ മിൽക്കിന്റെ എമൗണ്ട് എത്രയാണ്? നമുക്കറിയാം മിൽക്ക് 1/5 ഉള്ളതെന്നാ പറഞ്ഞത്. അതായത് 4 ലിറ്റേഴ്സിൽ 1/5 ആണ് മിൽക്ക്. അപ്പൊ അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 × 1/5. അതായത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതില് ഈ മിൽക്കിന്റെ മിക്സർ എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 4/5 കിട്ടും. പിന്നെ വാട്ടർ കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെ 4ല് എത്ര ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്? 4/5 ആണ്. അപ്പൊ നമുക്ക് 16/5 കിട്ടും. ഇതേപോലെ തന്നെ മിക്സർ 2ന്റെ കണ്ടുപിടിക്കാം. മിക്സർ 2ല് മിൽക്ക് എന്ന് പറയുന്നത് 1/6 ആയിരുന്നു. എത്രയില്? ടോട്ടൽ 5 ലിറ്റേഴ്സ് ആണ്. അപ്പൊ 5 × 1/6, അതായത് 5/6. പിന്നെ വാട്ടർ എന്ന് പറയുന്നത് 5 ലിറ്റേഴ്സിൽ 5/6, അതായത് 25/6 ആണ് ടോട്ടൽ ആക്ഷൻ. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഇറ്റ് poured into a container with capacity of 9 ലിറ്റർ. അതായത് ഇവർ പറയുന്നത് ഈ 4 ലിറ്ററും ഈ 5 ലിറ്ററും കൂടി കമ്പൈൻ ചെയ്ത് ഒരു 9 ലിറ്റർ ടാങ്കിലോട്ട് സംഭവം ഒഴിച്ചു. അപ്പൊ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ആ ഒരു കണ്ടെയ്നറിന്റെ അകത്തെ എമൗണ്ട് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് M1ലെ M2ലെയും സെപ്പറേറ്റ് മിക്സേഴ്സ് കിട്ടി. എന്നിട്ട് നമുക്ക് അതിനെ 2 മിക്സറേയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഇവർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ആ കണ്ടെയ്നറിന്റെ അകത്തെ മിൽക്കിന്റെയും വാട്ടറിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. എന്ത് ചെയ്താൽ മതിയാവും? യെസ്. അപ്പൊ M1ന്റെ അകത്ത് ഈ മിൽക്കിന്റെ ഈ എമൗണ്ടും M2ന്റെ അകത്ത് മിൽക്കിന്റെ ഈ എമൗണ്ടും കൂടി ആഡ് ചെയ്ത 9 ലിറ്റർ ടാങ്കിലെ മിൽക്കിന്റെ എമൗണ്ട് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാനൊക്കെ അറിയാലോ, ഫ്രാക്ഷൻ ആണ്. LCM ഒക്കെ എടുത്ത് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഓടിച്ചു പോകണം കേട്ടോ. 45/50 ചെയ്യും. അതായത് 4/5 പ്ലസ് 5/6 ചെയ്യുമ്പോൾ LCM ഒക്കെ എടുത്ത് വരുമ്പോൾ 49/30 കേട്ടോ. 49/30 കിട്ടും. അതേപോലെ വാട്ടറിന്റെയും ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടറിന്റെ എത്രയായിരുന്നു? 16/5ഉം 25/6ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 221/30. അപ്പോൾ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് മിൽക്ക് ഈസ്റ്റ് വാട്ടർ ആയിരിക്കും. കാരണം ഫസ്റ്റ് അവർ പറഞ്ഞാണ് മിൽക്കാ, പിന്നെ വാട്ടർ പറഞ്ഞേക്കുന്നത്. അപ്പൊ 49/3 30:220/30. രണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് രണ്ടും കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ റേഷ്യോ എത്രയാണ്? 49:221.
സംഭവം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് മനസ്സിലാവണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത സംഭവം കിട്ടുന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഒറ്റ വരി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മിക്സറിന്റെ മിൽക്കിന്റെ റേഷ്യോ ടോട്ടൽ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ വാട്ടറിനെ കണ്ടുപിടിച്ചു. സെക്കൻഡ് മിക്സറിലെ മിൽക്കിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു, വാട്ടറിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. പിന്നെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒഴിച്ചത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ രണ്ട് മിക്സറിലുള്ള മിൽക്കിന്റെ കണ്ടന്റ് റേഷ്യോ എത്രയാണോ അത് ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 49/30 കിട്ടി. പിന്നെ അതുപോലെ രണ്ടിലും വാട്ടർ ആഡ് ചെയ്തപ്പോൾ 221/30 കിട്ടി. പിന്നെ അവർ ചോദിച്ചേക്കുന്നത് റേഷ്യോ ആണ്. അപ്പൊ റേഷ്യോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ഈസ്റ്റു എന്താണ് വാട്ടർ ആണ്. അപ്പൊ 49/30 ഈസ്റ്റു 220/30. അപ്പൊ ഇത് രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 49:221 ആണ്. സോറി 21 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ, ഇത് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാല് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചിരിക്കുക. NPR NCR എന്താണെന്നുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് എ സെലക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫോർ 1 captain and 2 posts of vice captain among the 10 candidates in a team. Only 2 are eligible for the role of captain, while they all are eligible for the role of vice captain. The number of possible combinations of selectees. കോമ്പിനേഷൻസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ പെർമിറ്റേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കോമ്പിനേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ കോമ്പിനേഷൻ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. NCR. ഇതൊക്കെ നിങ്ങൾ 10th-ലും 12th-ലൊക്കെ പഠിച്ച ഇക്വേഷൻസ് ആണ്. അതൊക്കെയാണ് നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡിൽ ആവശ്യമായിട്ട് വരുന്നത്. NCRന്റെ ഇക്വേഷൻ എന്നായിരുന്നു, n factorial by r factorial into n minus r factorial. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ, r എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലായിക്കോളും, അല്ലെങ്കിൽ അറിയേണ്ടതാണ്, +2-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം എന്താണ്. എ സെലക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫോർ 1 captain, 2 posts of vice captain. ഓക്കെ, ടോട്ടൽ 10 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഒരു ക്യാപ്റ്റനെയും വേണം, 2 വൈസ് ക്യാപ്റ്റനെയും വേണം. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് എന്താ, only 2 are eligible for the role of captain. അതായത് 10 പേരില് 2 പേര് മാത്രമേ ക്യാപ്റ്റന് എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 2 പേരിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്തെടുത്താൽ മതി. അപ്പോ ഓക്കെ, while they all are eligible for the role of vice captain. പക്ഷെ വൈസ് ക്യാപ്റ്റൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ 10 പേരിൽ നിന്ന് 2 പേരെ എടുക്കാം. അതായത് 10 പേരും വൈസ് ക്യാപ്റ്റന് എലിജിബിൾ ആണ്, പക്ഷെ 2 പേര് മാത്രമേ ക്യാപ്റ്റന് എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ, അതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാപ്റ്റന്റെ എടുക്കുവാണ്, ക്യാപ്റ്റന്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൽ നമുക്ക് ടോട്ടൽ എത്ര പേരുണ്ട്, അതായത് നമ്മുടെ n ആണ് കേട്ടോ. n എത്ര പേരുണ്ട് നമ്മുടെ ടോട്ടൽ, എത്ര പേര് എലിജിബിൾ? 2. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് എത്ര പേരെ വേണം, അതായത് നമുക്ക് ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ. അപ്പോ നമ്മുടെ ഈ 6 എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ആണ്. അത് എത്ര പേരെ നമുക്ക് ആവശ്യമുണ്ട്, എത്രയാണ്? 1. ഇതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റന് n എന്ന് പറയുന്നത് എത്രയായിരിക്കും, പറഞ്ഞോ? 10. എത്ര പേരെ വേണം നമുക്ക്? 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരുന്നത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പോസിബിൾ സെലക്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും ഈ NCRന്റെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ടോട്ടൽ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ക്യാപ്റ്റൻ ആണെങ്കിൽ നമുക്ക് 2CR എന്ന് പറഞ്ഞ, സോറി ക്യാപ്റ്റൻ ആണെങ്കിൽ NCR വരുമ്പോ 2C1 into 2C1 into 10C2 ആണ് ഇതിനെ ടോട്ടൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. സെപ്പറേറ്റ് ആയിട്ടായിരിക്കില്ല അവർ ചോദിക്കുക, കമ്പൈൻ ചെയ്തിട്ടുള്ള സെലക്ഷൻ ചോദിക്കുക. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, 2C1 into 10C2. അപ്പോ ഇത്
സോൾവ് ചെയ്യാൻ പറ്റിയിരിക്കില്ല നിങ്ങൾക്ക്. 2C1ന്റെ ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും 2C1. 2 factorial by 1 factorial into 2 minus 1 factorial. 2. Okay. 10C2ന്റെയോ 10 factorial by 2 factorial into 10 minus 2 factorial. ഓക്കെ, ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, 90/2 ആണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് കിട്ടും 90/2. ഓക്കെ, അപ്പൊ ഇവിടെ 2 2 ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ സംഭവം അറിയാമെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഫൈനൽ നമുക്ക് അതിന്റെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതിന് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ ഇത് ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നമുക്ക് ഫസ്റ്റ് വായിച്ചു നോക്കാം എന്താണെന്ന്. January 1st, 2007 was Monday. What day of the week lies on January 1st, 2008? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിക്കവാറും ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കും. നടക്കണ പണിയാണ് അത്, നടക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് അടിക്കാൻ പറ്റുമോ എന്നായിരിക്കും എന്ന്? വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും നമ്മൾ കാണുമ്പോൾ, പക്ഷെ സിമ്പിൾ ആണ്. സിമ്പിൾ മെത്തേഡ് എന്ത് ചെയ്യാനായിട്ട്? എന്തോ അറിയില്ല. ഇല്ല, പറഞ്ഞോ, നീ പറഞ്ഞോ. ഓക്കെ, ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് വരേണ്ട ഒരു ലോജിക് ഉണ്ട്. അതെന്നാന്ന് വെച്ചാല് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇയേഴ്സ് ഉണ്ട്. ലീപ് ഇയർ ഉണ്ട്, നോൺ ലീപ് ഇയർ ഉണ്ട്. ലീപ് ഇയർ എന്ന് വെച്ചാൽ എന്താണ്? ഫെബ്രുവരി 29. ലീപ് ഇയർ കൊല്ലം, മന്തല്ല. എന്തോ ഓക്കെ, ഓക്കെ. അല്ല, എന്താന്ന് വെച്ചാല് ഡിവിസിബിൾ ബൈ 4. അതായത് ഇപ്പൊ ഇതിന്റെ അടുത്ത് പറഞ്ഞേക്കണ 2007 ലീപ് ഇയർ ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും അറിയാവോ? ഓക്കെ, കറക്റ്റ്. അപ്പൊ ഏത് ഇയർ ആണെങ്കിലും അത് ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് അറിയെങ്കിൽ അത് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ലീപ് ഇയർ ആയിരിക്കും. ഡിവിസിബിൾ അല്ലെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് ലീപ് ഇയർ ഉണ്ട്, ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ നമുക്ക് ലീപ് ഇയർ ആണ്, അല്ലെങ്കിൽ നോൺ ലീപ് ഇയർ ആണ്. ലീപ് ഇയർ ആകുമ്പോൾ വരുന്നത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് 52 വീക്സും 2 ഓഡ് ഡേ വരിക. പക്ഷെ നോൺ ലീപ് ഇയർ ആണെങ്കിൽ നമുക്ക് 52 വീക്സും 1 ഓഡ് ഡേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കോട്ടോ, കറക്റ്റ് ആയിരിക്കും. 52 വീക്കും 1 ഓഡ് ഡേയും. ഇപ്പൊ ലീപ് ഇയർ ആണെങ്കിൽ നമുക്ക് 52 വീക്സും 2 ഓഡ് ഡേ എന്ന് ഉദ്ദേശിച്ചാൽ വീക്ക് കഴിഞ്ഞ് അത് 7 ദിവസം കഴിഞ്ഞ് പിന്നെ 2 ദിവസം എക്സ്ട്രാ വരുന്നുണ്ട്. അതാണ് ഓഡ് ഡേ എന്ന് പറഞ്ഞത്. 2 ഡേയ്സ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് 52 വീക്സും 2 ഡേയ്സും. ഇവിടെ 52 വീക്സും 1 ഓഡ് ഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന കൊല്ലം 2007 ആണ്. ഇപ്പൊ January 1st, 2007 വാസ് മൺഡേ. What day of the week lies on January 1st, 2008? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് 2007 ലീപ് ഇയർ ആണോ അല്ലയോ എന്നാണ്. ലീപ് ഇയർ ആണോ? അല്ല. അപ്പൊ ഡിവിസിബിൾ ബൈ 4 അല്ല. അപ്പൊ അതിന് 52 വീക്സും 1 ഓഡ് ഡേ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അവര് എന്താണ്, January 1st ഈ സെയിം ഡേറ്റ് തന്നെ നെക്സ്റ്റ് കൊല്ലം. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നേക്കുന്ന ഡേയുടെ കൂടെ 1 ദിവസം ആഡ് ചെയ്താൽ നമുക്ക് ഈ ദിവസത്തെ ഡേ കിട്ടും. എത്രയായിരിക്കും? ട്യൂസ്ഡേ. കാരണം നമുക്ക് ഈ 2007 എന്ന് പറയണത്, ഞാൻ ഒന്നുകൂടി പറയണത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാനാണ് കേട്ടോ. 2007 എന്ന് പറയുന്നത് ലീപ് ഇയർ ആണ്. അപ്പൊ അതിന് 52 വീക്സും 1 ഓഡ് ഡേ ആണ് ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് കൊല്ലം ആ സെയിം ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ.
നമുക്ക് തന്നേക്കുന്ന ഡേയുടെ കൂടെ ഒരു ഡേ ആഡ് ഒന്ന് കൂട്ടിയിട്ട് നെക്സ്റ്റ് ഡേ എന്താണോ, അപ്പൊ മൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്താണ്, ട്യൂസ്ഡേ ആണ്. അപ്പൊ ജാനുവരി 1, 2008 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 25 minutes past 7 o'clock? ഇത് പറഞ്ഞ എത്രയായിരിക്കും ടൈം? 25 minutes past. ആ പറഞ്ഞോ. 7:25. 7:25. ഇത് ഒരിക്കലും 7 മണിക്ക് 25 മിനിറ്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് 7:25 ആണ്. 25 minutes past 7 o'clock ആണ്. അത് 7 മണി കഴിഞ്ഞ്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്, 7 o'clock കഴിഞ്ഞ് 25 മിനിറ്റ് ആയി. അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 7:25 ആണ്. മാറി ആരും ചിന്തിക്കരുതെന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോ നമുക്ക് നമ്മുടെ ടൈം എന്ന് പറയുന്നത് 7:25 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. അതായത് നമ്മുടെ രണ്ട് ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന മെയിൻ ഉദ്ദേശം ഇതാണ്. ഓരോ ക്വസ്റ്റിനും കുറെ ഇക്വേഷൻസ് നമുക്ക് കിട്ടും ഓരോന്ന് ചെയ്തു വരുമ്പോൾ. അപ്പൊ ഇതിന് നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് തീറ്റ ഈക്വൽ ടു, തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 30h. എച്ച് എന്ന് പറഞ്ഞ അവേഴ്സ്, ഇവിടെ എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും കേട്ടോ. എച്ചിൽ വരുന്ന 7 ആയിരിക്കും. അത് മൈനസ് 11/2 എം. എം എന്ന് പറഞ്ഞ മിനിറ്റ്സ്, നമ്മുടെ ഇവിടെ 25 മോഡുലസ്. ഈ ഒരു സംഭവം ചെയ്താൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാത്തവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ പറയാവുന്നവരുണ്ടാവും. 30 × 7 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്സ് എത്രയാണ്? 25. എത്രയായിരിക്കും? സോൾവ് ചെയ്തോ? 60 ഡിഗ്രി അല്ലേ? 60 അല്ലേ? 60 കൂടുതലാ. 60 കൂടുതലാണ്. ഓക്കെ, സോൾവ് ചെയ്തെടുക്കാട്ടോ. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഒക്കെയാണ്. സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 72 1/2 കിട്ടും കേട്ടോ. അത് 1/2 ആക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ തന്നേക്കുന്ന ഓപ്ഷൻസിൽ അങ്ങനെയായിരിക്കും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് സാധാ ഫ്രാക്ഷൻ ആയിരിക്കും, അത് നമ്മൾ ഇംപ്രോപ്പർ ആക്കണം കേട്ടോ. അപ്പോൾ 72 1/2 ആണ്. ഇംപ്രോപ്പർ ഒക്കെ ആക്കണം എന്ന് ഞാൻ ഇനിയും പറഞ്ഞതിന്റെ ആവശ്യം കാണിച്ചില്ല. ഓക്കെ, 72 1/2 ആയിരിക്കും നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. 30h മൈനസ് 11/2 എം. എച്ച് എന്ന് പറഞ്ഞ അവേഴ്സും എം എന്ന് പറഞ്ഞ മിനിറ്റ്സ് ആണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ടൈം എത്രയാണെന്ന് കൃത്യം മനസ്സിലാവണം. 25 minutes past 7 o'clock എന്നാണ്. 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. അവിടെ 7:25 ആണ് നമ്മുടെ ടൈം. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ കയറിയതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വേഗം നോക്കാം. ഇതൊന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ. ഇഫ് മാത്ത് ഈസ് കോഡഡ് ആസ് RFYM, then what is the code for physics? അതായത് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ പറ്റുന്നവർ എനിക്ക് പറയണം കേട്ടോ. മാത്തിനെ ഞാൻ എങ്ങനെയാക്കി? RFYM എന്ന് പറഞ്ഞ് കോഡ് ചെയ്തു. എന്തോ ചെയ്തപ്പോ അതേപോലെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഫിസിക്സിന് എന്തായിരിക്കും ഉണ്ടാവും ചോദിക്കുന്നവര്. എന്തായിരിക്കും ഫിസിക്സ്? ഈ എമ്മിനെ R ആക്കി, എനെ F ആക്കി, ടിനെ Y ആക്കി, എച്ചിനെ M ആക്കി. ഇതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്തായിരിക്കും? 4 കഴിഞ്ഞിട്ട്, അതായത് 5ാമത്തെ ലെറ്റർ ആണ് തിരിച്ചു പോണം. അതായത് M കഴിഞ്ഞ 5ാമത്തെ ലെറ്റർ ആയിരിക്കും R അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പീനെ എന്താക്കാം? ടീ ആണോ?
TQRSTU അല്ല, അഞ്ചാമത്തേത്, അഞ്ചാമത്തെ യു. ആ യു ആണ് കേട്ടാ. ഇത് ആരാ റെസ്പോണ്ട് ചെയ്യുന്ന? പേരെന്ന് പറഞ്ഞേ? പേരപ്പു. അപ്പു. ഓക്കെ. ഓക്കെ. പീനെ യു ആക്കി. എച്ച് എത്രയായിരിക്കും ഇവിടെ? പറഞ്ഞോ. എം. ആ പോരട്ടെ. ഡി ആയിരിക്കും. വൈ ഡി ആയിരിക്കും. എസ് എന്തായിരിക്കും? വൈ എങ്ങനെയാ ഡി ആയത്? പിടികിട്ടിയോ? അതായത് വൈ യു വി ഡബ്ല്യു എക്സ് വൈ. അതായത് വൈ കഴിഞ്ഞ് ഇസഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എ തൊട്ട് തുടങ്ങും. അങ്ങനെയാണ് ബി വന്നത് കേട്ടോ. ഓക്കെ. എസിന് എന്തായിരിക്കും അപ്പൊ? എക്സ്. ഐക്ക് എൻ. സിക്ക് എച്ച്. എസിന് എക്സ്. ഓക്കെ. ഇങ്ങനെ കോഡ് ചെയ്തെടുക്കുക. ഇതൊരു സിമ്പിൾ കോഡിംഗ് ആണ് കേട്ടോ. അതായത് 5th ലെറ്റർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അത് നോക്കിയാൽ മനസ്സിലാവണം എന്താണ് ഇതിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ആ സെയിം ഇത് വെച്ചിട്ട് നമുക്ക് തന്നേക്കണ എന്താണോ അതിനെ കോഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡില് കേട്ടോ. പിന്നെ വരുന്നത് ഒരു റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടണമെന്ന് നോക്കുക കേട്ടോ. അതായത് pointing to a girl in the photograph, Amar said, her mother's brother is the only son of my mother's father. How is the girl's mother related to Amar? സോൾവ് ചെയ്യാൻ പറ്റുന്ന നോക്കി. അതായത് ഒരു ഫോട്ടോയില് ഒരു കൊച്ചിന്റെ പടമുണ്ട്. അത് നോക്കിയിട്ട് അമർ പുറത്തു നിന്ന് പറയാണ് ആ കൊച്ചിന്റെ അമ്മയുടെ അനിയൻ, അമ്മയുടെ ആങ്ങള എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ അച്ഛന്റെ ഒറ്റ മോനാണ്. അപ്പൊ ആ ഗേളിന്റെ അമ്മയും അമ്മർ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻസ് കാണിച്ചു തരാം. ഉണ്ടോ നോക്കി. മദർ, സിസ്റ്റർ, ആൻഡ് ഗ്രാൻഡ് മദർ. മദർ, സിസ്റ്റർ, ആൻഡ് ഗ്രാൻഡ് മദർ. ടൈം കളയാനില്ല. ഗസ് അടിക്കേ. ഹലോ. എന്തോ? പറഞ്ഞോ. അല്ല ഓണ്ടാണ്. കറക്റ്റാണ്. കറക്കി കുത്തിയതാണോ? അല്ല. ഓക്കെ. ആൻഡ് കറക്റ്റ് ആണ്. നിങ്ങൾ അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായിക്കോട്ടാ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലോട്ട് ഇട്ടുതരാം. എന്നിട്ട് തപ്പി കണ്ടുപിടിച്ചോ. ആൻഡ് ആണ് കേട്ടോ ആൻസർ. എടുത്തു വെച്ചോട്ടോ. ആൻഡ് ആണ് ആൻസർ. എന്തായിരിക്കും നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേഗം സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലോട്ട് കയറാം. അതിന് ടൈം വേണ്ടി കുറച്ചും കൂടി ആപ്റ്റിറ്റ്യൂഡ് ട്രൈ ചെയ്യാം. ഓക്കെ. സ്യൂഡോ കോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ അൽഗോരിതം ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ MCQs ആയിരിക്കും. അൽഗോരിതം തന്നു കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്ട് ചെയ്യാനായിരിക്കും പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അൽഗോരിതം തന്നിട്ട് അതിന്റെ അകത്ത് ആ 2-3 ഫോർലൂപ്സ് ആണ്. ആ ഫോർലൂപ്പ് എത്ര ആശം കിടന്ന് ലൂപ്പ് ചെയ്യുന്നുണ്ട് ആ നമ്പേഴ്സ് ചോദിക്കും. അതായത് അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ സോർട്ടിങ്, പിന്നെ ഓരോന്നിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി, വേസ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാനാണ് ചാൻസ്. ഓക്കെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എസ് ഇഫ് n equal to 127?
പാർട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എസ് ഇഫ് n ഈക്വൽ ടു 127. ഈ താഴത്ത് തന്നിട്ട് ഇതാണ് നമ്മുടെ അൽഗോരിതം ഉദ്ദേശിച്ചേക്കുന്നത്. ഫസ്റ്റ് അവർ പറഞ്ഞേക്കുന്നത് എന്താ, റീഡ് n i equal to 0 s is equal to 0. നമുക്ക് ചെയ്തു പോകാം, വായിക്കാൻ ടൈമില്ല. ഓക്കെ, ഫസ്റ്റ് എന്താണ് നമുക്ക് തന്നേക്കുന്ന n എന്ന് പറയുന്നത് 127 ആണ്. അതില് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, n റീഡ് ചെയ്തെടുത്തു, i എത്രയാക്കി വെച്ചു, 0 ആക്കി, s 0 ആക്കി വെച്ചു. പിന്നെ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. അതിലെന്താ പറഞ്ഞേക്കുന്നത്, n ഗ്രേറ്റർ ദാൻ 0 ആവണ വരെ. അതായത് ഇപ്പൊ നമ്മുടെ എന്നിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, 127 ആണ്. ഈ 127 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈലിന്റെ അകത്ത് കറങ്ങും, അല്ലെങ്കിൽ കറങ്ങത്തില്ല കേട്ടോ. അപ്പൊ 127 ഗ്രേറ്റർ ദാൻ 0 ആണ്. 0 ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, r ഈക്വൽ ടു n മോഡ് 10. അതായത് r ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എത്ര, നമ്മുടെ 127 ആണ്. അപ്പൊ 127 മോഡ് 10. ഈ പെർസെന്റേജ് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ റിട്ടേൺ, അതായത് എന്റെ ആൻസർ റിമൈൻഡർ ആയിരിക്കും. 7 ആണ്. ഓക്കെ, റിമൈൻഡർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സാധാ സ്ലാഷ് ആണെങ്കിലോ ഡിവിഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ പോർഷന്റെ നമുക്ക് റിട്ടേൺ ചെയ്ത് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ 127 മോഡ് 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ ഈ ഒരു ഡിജിറ്റ് എടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ മോഡ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നേക്കണ നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, മോഡ് 10 വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 7 കിട്ടും. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറയണത്, പി ആണ്. പി ഈക്വൽ ടു 8. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ സംഭവം എന്താണ്, എന്താ പറയാ, ഓക്കെ, ഓഫ് ഐ തന്നേക്കുന്നത്. ഇത് ഉദ്ദേശിച്ചൊന്നുമില്ല, 8 raised to i എന്നാണ്. 8 raised to i. അതായത് ഇപ്പൊ നമ്മുടെ ഐയുടെ വാല്യൂ എത്രയാണ്, ഇവിടെ ഐയുടെ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 8 raised to 0 എത്രയായിരിക്കും വാല്യൂ, 1. ഓക്കെ, അപ്പൊ പി കിട്ടി. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, എസ് കണ്ടുപിടിക്കാൻ. എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് പി ഇൻറ്റു ആർ. എസിന്റെ വാല്യൂ എത്രയാണ്, മുകളിൽ ഇനിഷ്യലൈസ് ചെയ്തുള്ളൂ, 0 പ്ലസ് പി ഇൻറ്റു ആർ. പി എത്രയാണ് നമുക്ക്, 1 ഇൻറ്റു എത്രയാ, 7. ഓക്കെ, ഇപ്പൊ ഇതില് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം എന്തായിരിക്കും, ഉറങ്ങണോ നീ, ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതായിരിക്കും, പ്ലസ് ആണോ ഇൻറ്റു ആണോ, ഇൻറ്റു. ഓക്കെ, ബോർഡ് മാത്രം കേട്ടോ. അപ്പൊ 0 പ്ലസ് 1 ഇൻറ്റു 7, 7. അപ്പൊ എത്രയായിരിക്കും, 7 ആയിരിക്കും. എസ് എന്ന് പറയുന്നത് 7 ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഐ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലൂപ്പ് കയറുവാണ്. നെക്സ്റ്റ് ഐ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്തു, 0 ആയിരുന്നു, ഇപ്പൊ അത് 1 ആയി. പിന്നെ അവർ പറയണത് n ഈക്വൽ ടു n/10. അപ്പൊ n എത്രയായിരിക്കും വാല്യൂ, 12. അതായത് നമ്മുടെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഒഴിച്ച് ബാക്കിത്തെ വാല്യൂസ് ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ 12 ആണ്. 127ന്റെ 12 മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതിന് ഈ സെയിം ലൂപ്പിൽ കറങ്ങേണ്ടി വരും, ഈ സെയിം ഫംഗ്ഷൻസ് തന്നെ. അതിന് എൻഡ് വാല്യൂ കയറില്ല. നെക്സ്റ്റ് വാല്യൂന്റെ അകത്ത് നോക്കും, വാല്യൂ എന്താണ് കണ്ടീഷൻ ചോദിച്ചേക്കുന്നത്, n ഗ്രേറ്റർ ദാൻ 0 ആണോന്ന്. അപ്പൊ നമ്മുടെ n എത്രയാണ്, 12 ആണ്. അപ്പൊ 12 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് വാല്യൂനകത്ത് ഒന്നും കൂടി കറങ്ങും. എന്താകും, r എന്ന് പറയുന്നത് n മോഡ് 10. r പിന്നെ എത്രയോ, 2 ആകും. പിന്നെ എത്രയാ, p എന്ന് പറയുന്നത് 8 raised to 2 ആണ്. സോറി, 8 raised to 1. 8 ആണ്. s ഈക്വൽ ടു s പ്ലസ് p ഇൻറ്റു r. s എത്രയാണ് നമുക്ക്, 7 പ്ലസ് p ഇൻറ്റു r. p എത്രയാണ്, 8 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 2. 7 പ്ലസ് 8 ഇൻറ്റു 2 എത്ര കിട്ടാ, 23. ഓക്കെ, 23. ഓക്കെ, പിന്നെയും എസ് കണ്ടുപിടിച്ചു. ഐ പിന്നെ ഇൻക്രിമെന്റ് ചെയ്യും, ഐയുടെ വാല്യൂ 3 ആകും. പിന്നെ n എന്ന് പറയുന്നത് n/10 ആകും. എന്നാണ് n എത്രയായിരിക്കും, തൊട്ട് മുമ്പ് n-ന്റെ വാല്യൂ 12 ആയിരുന്നു. 1 ആയി. ഓക്കെ, അത് കഴിഞ്ഞ് r കണ്ടുപിടിക്കുമ്പോൾ r ഈക്വൽ ടു n മോഡ് 10, അതായത് 1 മോഡ് 10.
എത്രയായിരിക്കും? ഇങ്ങനെയാണ് കേട്ടോ. അല്ല 1. ആ 1 ആയിരിക്കും കേട്ടോ. 1 ആണ്. R1 P എത്രയായിരിക്കും? 8 raised to 6/2. 8 raised to 2. അതായത് 64 ആയിരിക്കും. പിന്നെ S ഉണ്ട് ഈക്വൽ ടു S പ്ലസ് P ഇൻറ്റു R. S എത്രയാണ് നമുക്ക് കിട്ടിയിരുന്നത് നേരത്തെ? 23. അപ്പോൾ 23 പ്ലസ് P ഇൻറ്റു R. P എത്രയാ? 64 ഇൻറ്റു R1. 23 പ്ലസ് 64 ഇൻറ്റു 1 എത്രയാണ്? 87. പിന്നെയും I കിടന്ന് ഇൻക്രിമെന്റ് ആകും. ഐയുടെ വാല്യൂ 3 ആകും. എന്നിന്റെ വാല്യൂ മോഡ് ചെയ്ത് കഴിയുമ്പോൾ 0 ആയിരിക്കും. കാരണം 1 ഡിവൈഡഡ് ബൈ 10. ഒന്ന് അതായത് ഈ സംഭവം തന്നെ ഇതില് മുകളില് ഒന്നും ഉണ്ടാവില്ലല്ലോ, 0 ആയിരിക്കില്ലേ, ഡിവിസിബിൾ അല്ലല്ലോ. അപ്പൊ എന്നിന്റെ വാല്യൂ 0 ആവും. അപ്പൊ വൈന്റെ അകത്ത് കയറും y n ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ 0 അല്ലല്ലോ, കണ്ടീഷൻ ഫോൾസ് ആയി പോയി. അപ്പൊ വയലിന്റെ പുറത്ത് വന്നു, എൻഡ് വയലിൽ വന്നു, റിട്ടേൺ S. ഇപ്പൊ എസിന്റെ വാല്യൂ എത്രയാണ്? 87. ഓക്കെ, 87 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് തന്നേക്കുന്ന ചൂടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ കിടന്ന് കറങ്ങുന്നതാണെങ്കിൽ മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. കുറെ ഫോർ ലൂപ്പിൽ കിടന്ന് കറങ്ങുന്നതിന് നമുക്ക് കുറെ ചെയ്ത് നോക്കാനുണ്ടാവും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്താണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കുറെ ടൈം കളയും. അതുകൊണ്ടാണ്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടി നമുക്ക് ചെയ്ത് പോകും. ഇല്ലെന്നാണെങ്കിൽ ഫോർ ലൂപ്പിൽ കിടന്ന് കറങ്ങുന്നതിന് ക്വസ്റ്റ്യൻസ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാലൻസ് ടൈം വരണ അനുസരിച്ച് ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുക. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ ആൻസർ? ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് പറയുന്ന ഒരു ബൈനറി ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അത്ഭുതം മാത്രം വരാണ്ട്. Each of the following cannot be the number of vertices present in a full binary tree. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് ഒരു ഫുൾ ബൈനറി ട്രീ എന്ന് മനസ്സിലാക്കണം. എന്താണ് ഒരു ഫുൾ ബൈനറി ട്രീ? പഠിച്ചിട്ടുണ്ടാവും, ഡാറ്റ സ്ട്രക്ചറിലായിരിക്കും. ഫുൾ ബൈനറി ട്രീ എന്താണ്? ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്, അല്ലാത്തവർക്ക് പറയാം. ഓക്കെ, ഞാനും തന്നെ പറയാം, ടൈമില്ല. ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാല് ആ ട്രീയുടെ അകത്തെ എല്ലാ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ട്രീയിലെ എല്ലാ നോഡിനും ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 2 ചിൽഡ്രൻസ് കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഓക്കെ, ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണോ? Yes or no? പറയേ. Yes. Yes. Okay. ഇതോ? No. എന്തുകൊണ്ട്? ലാസ്റ്റില് 1 ചൈൽഡ് വന്ന് സ്റ്റോപ്പ് ചെയ്തോണ്ട്. അതായത് ഈ ഒരു നോഡിന് ആകെ ഒരു ചൈൽഡേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 2 ചിൽഡ്രൻ എന്താണെങ്കിലും വേണം. ഒന്നുണ്ടെങ്കിൽ അതൊരു ഫുൾ ബൈനറി ട്രീ അല്ല. ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം ഈ ഒരു നോഡിന് 0 ചിൽഡ്രൻ ആണ്, അതുകൊണ്ട് ആ കണ്ടീഷനുമായി ഇതിന് 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ ആ കണ്ടീഷൻ, അപ്പൊ ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. ഓക്കെ, അവർ ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദ നമ്പർ ഓഫ് വേർട്ടീസസ് പ്രസന്റ് ഇൻ എ ഫുൾ ബൈനറി ട്രീ. നമ്പർ ഓഫ് വേർട്ടീസസ് എന്ന് വെച്ചാൽ ഈ നോഡിന്റെ നമ്പർ ആണ് കേട്ടോ, എത്ര നോട്ട്സ് ഉണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്പേഴ്സിൽ ഏതായിരിക്കത്തില്ല ഒരു ഫുൾ ബൈനറി ട്രീ ആവണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 15, 7, 3, 12.
അപ്പൊ ഇവര് ഒരു പ്രത്യേക നോട്ട് പറഞ്ഞിട്ടുണ്ട്, വെർട്ടീസസ് ഇൻ ദ ഫോം ഓഫ് 2 × i+1. അതിൽ ഈ ഐ എന്ന് പറയുന്നത് ഇന്റേണൽ നോഡാണ്. ഇന്റേണൽ നോഡ് എന്ന് പറഞ്ഞാൽ ഈ ലീഫ് നോഡ് ഒഴിച്ച് ബാക്കിത്തെ നോഡ് അതിന്റെ എമൗണ്ട് ആണ് ഈ ഐ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്, ഇതൊരു ഫുൾ ബൈനറി ആണ്, ഇതൊരു ഫുൾ ബൈനറി ആണ്, ഇതൊരു ഫുൾ ബൈനറി ആണ്, പിന്നെ വരുന്ന ഇതൊരു ഫുൾ ബൈനറി ആണ്. അപ്പൊ ഇവിടെ നോട്ട്സിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 1 2 3 4 5 7. കണ്ടോ ഈ ഒരു ഇത് പോണ കണ്ടോ നിങ്ങൾ? ഈ നമ്പേഴ്സ് പോണത് ഓൾഡ് നമ്പേഴ്സ് ആയിരിക്കും. 1 3 7 ആ ഒരു റേഞ്ചിലാണ് പോണത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇക്വേഷൻ ഇട്ട് ചെയ്യാണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ 1 3 7 അപ്പൊ ഓൾഡ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമാണ് അത് എന്ത് ഫുൾ ബൈനറി ട്രീ ആവണത്. ഇവര് പറഞ്ഞേക്കുന്നത് കനോട്ട് ബി. അപ്പൊ ഫുൾ ബൈനറി ട്രീ ആകാത്ത വെർട്ടീസസിന്റെ നമ്പറാ ചോദിച്ചേക്കുന്നത്. ഇതില് 50 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്, 7 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്, 3യും ഓഡ് നമ്പർ ആണ്, പിന്നെ 12 ആണ് ഈവൻ നമ്പർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഫുൾ ബൈനറി ട്രീയുടെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 12 ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. മരിയ ഓക്കെ അനു. ഓക്കെ, എന്നാ പറയുന്നു? എങ്ങനെയാ ക്ലാസ് ഒക്കെ? ഹലോ ഹലോ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ ക്ലാസ്സിനൊക്കെ. അമലുണ്ട്, അഭിജിത്തൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഈ സെഷൻ 1.5 മണിക്കൂർ സെഷനാണ് നമ്മൾ ഓരോ ദിവസം പ്ലാൻ ചെയ്യുന്നത്. അനു ആണ് എടുത്തത്. അനുവിനെ പരിചയപ്പെട്ടു. ഇനിയും വരുന്നുണ്ട് അനുവിന്റെ സെഷൻസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആൻറ്റിസ്മിയുടെ സെഷൻ, ടെക്നിക്കൽ ട്രെയിനിങ് സെഷൻസ് വരുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ, സോണിയ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഒരു വെബ്സൈറ്റ്, ബിഗ് സൈറ്റ് ആപ്ലിക്കേഷനിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ചിന്തയാണ്. അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഒരു ബയോഡാറ്റ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് രൂപത്തിൽ ചെയ്യാം എന്നുള്ള ട്രെയിനിങ് സെഷൻസ് ഒക്കെ നാളെ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇന്നത്തെ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്കിന്റെ സമയമാണ്. രണ്ടുപേര് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു അറിയാൻ വേണ്ടിയാണ്. നോർമലി ഞാനൊരു കാര്യം കൂടി പറയാം. ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ് ഇരുന്നത് പോലെ ഒരിക്കലും ഇതിനെ കാണരുത്. എനിക്ക് തോന്നുന്നു അനു വളരെ എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ട്രെയിനിങ് എടുത്തത് അല്ലേ? ആണോ? അല്ലേ? പോടാന്നൊക്കെ വിളിച്ചല്ലേ? വളരെ അതാണ് ആളുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ആളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഏതാ? നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട്. പ്രത്യേകിച്ച് ഞങ്ങള് വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ, പല കോളേജിലും വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ, ടെക്നിക്കൽ വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ പിള്ളേരുടെ ഒപ്പം ഇരുന്നുകൊണ്ട്, പിള്ളേരുടെ ആ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് ഒത്തിരി കാര്യങ്ങൾ നൽകുന്ന ആളാണ് ട്രെയിനർ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടി കുറച്ചും കൂടി ഒരു കട്ട സപ്പോർട്ട് ആൾക്ക് നൽകണം. അപ്പൊ ഈ ട്രെയിനിങ് സെഷനെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് ഇപ്പൊ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ മനീഷേ, ഇതെന്താണ് ഈ പിള്ളേര് പറയാത്തെ? നമ്മള് വിശ്വാസേ പറഞ്ഞോ നിങ്ങള്. അതായത് ഇവരൊക്കെ മനീഷയെ, വിശ്വാസൊക്കെ നമ്മുടെ പ്ലേസ്മെന്റിന്റെ ടീം മെമ്പേഴ്സ് ആട്ടോ. എവിടെയെങ്കിലൊക്കെ പ്ലേസർ ആക്കാൻ വേണ്ടി ആക്കണ്ടേ. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരാതെ ഒരു കാരണവശാലും പറ്റില്ല കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ഒക്കെ നീട്ടി പോണു. ഇനി ഈ വർഷവും മിക്കവാറും ഇങ്ങനെ തന്നെയാണ്. വെർച്വൽ ഇന്റർവ്യൂയിലേക്ക് പോകുന്നു. എല്ലാം ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. IT-ക്കുള്ള സ്കോപ്പ് കയറി തന്നെ വരുന്നത്, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. സോണി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് കമ്പനിക്കാർ നടത്താൻ പോണത്. IT-ക്കാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് വെച്ച് മിണ്ടാതിരുന്നിട്ടൊന്നും ആർക്കും അവസരം കിട്ടില്ല. നമുക്ക് നമ്മുടെ കഴിവുകളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാൻ മാത്രമേ അത്
നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുള്ളൂ കേട്ടോ. ഒത്തിരി മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് വേഗം പറഞ്ഞു ഈ ക്ലാസ്സിനെ പറ്റി ഒരു ഫീഡ്ബാക്ക്. നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമല്ല, അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ GD ഉണ്ടാവും, ടെക്നിക്കൽ ഇന്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ സെഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് സംസാരിച്ചേ. ഹലോ. ഹലോ. ഓക്കെ, മേഘ ജോസഫ്. മേഘ ജോസഫ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? ഓൺ ചെയ്യാം സർ. എന്താ വെച്ചാൽ വളരെ കഷ്ടപ്പാടാണോ ഈ പേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞത് കേട്ടോ മേഘേ. പറഞ്ഞ മനസ്സിലായ? അതായത് വേറൊരുത്തന്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനം, ആ ഫയല് നമ്മുടെ അടുത്തോട്ട് ഓഫർ ലെറ്റർ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അവന്റെ അറിയാലോ, ആ മേശപ്പുറത്ത് ക്യാബിനിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ സാറ് ഇങ്ങനെ പറയാതെ ഒന്നും പറ്റില്ല കേട്ടാ. അതുകൊണ്ടാണ് സാറ് വളരെ എനർജറ്റിക് ആയിട്ട് പറഞ്ഞില്ല. മനീഷേ, വിശ്വാസേ ഒന്നോടെ ഒന്ന് പറഞ്ഞേ മനീഷേ, ഒന്ന് എനർജൈസ്ഡ് ആക്കി, ഒന്ന് എനർജൈസ്ഡ് ആക്കി. നിങ്ങൾ പറഞ്ഞ ആവശ്യമുള്ളതൊക്കെ വിശ്വാസേ പറ. ഇവരൊക്കെ അല്ലേ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാരും അവരവരുടെ എനർജിയോടെ മുന്നോട്ട് വരണം. ഒറ്റ ലെഫ്റ്റ് ആയി പോയാലേ 27 നിൽക്കുക കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റ് അങ്ങനെ അടിച്ചു പോയാ അവനെ നോട്ട് ചെയ്തോ കേട്ടോ വിശ്വാസം. ഇവരിവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുമ്മാ പരിപാടിയൊന്നും അല്ല കേട്ടോ. അല്ലെ, അനു ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ആപ്ലിക്കേഷനിൽ മരിയ ഫുൾ എൻറോൾ, ഓൾ എൻറോൾ മോണിറ്ററിംഗ് ഉണ്ട്. മനസ്സിലായോ? എനിക്ക് എല്ലാവരോടും ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ സാറ് 100% ഉറപ്പ് വരികയാണ് നിങ്ങളെ പ്ലേസിലാക്കി തരുന്നത്. പക്ഷെ നിങ്ങളും കൂടി എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് പറ്റാവുന്ന നിങ്ങളെ കഴിവോടെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഉണ്ടാണ്ടിരുന്നിട്ടും ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ സാറ് 100% ഉറപ്പ് വരുന്നത് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഞാനും ആദ്യം ക്ലാസ് വരുന്നപ്പോൾ സാറ് എന്നോട് പറഞ്ഞത്. എനിക്ക് അത് തന്നെ എനിക്കും നിങ്ങളോട് പറയുന്നത്. ഓക്കെ, 24 നിങ്ങൾ ഏത് രാത്രിയിലും നിങ്ങൾക്ക് വിളിക്കാം, ഒരു കുഴപ്പമില്ല. ഏത് സമയത്തും നമ്മൾ സപ്പോർട്ട് നൽകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ട്, സാറേ നാളെയാണ് 24 മണിക്കൂറിന് മുമ്പായിരിക്കും HR ഇന്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇൻഫോസിസ് ഒക്കെ. അപ്പൊ പെട്ടെന്ന് സാറേ ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ ഒന്ന് എടുത്താ സാറേ, ഭയങ്കര കോൺഫിഡൻസ് ഒന്ന് എടുത്താ സാറേ. നിങ്ങൾക്കത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ബിക്കോസ് അതുകൊണ്ടാണ് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ടീമിനൊപ്പം നിൽക്കുന്നത്. എന്നോടൊപ്പം ഇവരും ഉണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. അനു ആണി കട്ട സപ്പോർട്ട് ഇല്ലേ? അനു അല്ലേ? അനു നെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ചൊക്കെയാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നേക്കണേ അല്ലെ? ഇനി അടുത്ത ആഴ്ചയിലേക്കും വരുന്നുണ്ട്, നാളത്തെ സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ലോക്ക്ഡൌണിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ സെഷൻസ് എല്ലാം ഭയങ്കര ഇന്ററാക്റ്റീവ് ആകുക. നോർമലി ഓൺലൈൻ ക്ലാസ് പോലെ ഒരിക്കലും ഇതിനെ കാണരുത് കേട്ടാ. അത് എന്റെ ഒരു അപേക്ഷയാണ്. നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ വരുന്നുണ്ട്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെയൊക്കെ ഇരുന്ന് ഒരു കാര്യമില്ല. അവിടെ നിങ്ങളെ കൊണ്ട് സംസാരിച്ചേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് നമ്മുടെ ക്ലാസ്സില് സോണ ജോൺ എന്ന് പറഞ്ഞ കുട്ടിയാണ് നമ്മുടെ 14ാമത്തെ എത്രാമത്തെ പ്ലേസ്മെന്റ് ആണ് നരിയെ? മനീഷ 13 ആണ്. എത്രാമത്തെ പ്ലേസ്മെന്റ് ആണ്? 13. ഇന്ന് 2021 13th പ്ലേസ്മെന്റ് ആണ് നോഷി ഇന്ന് സോണ പ്ലേസ്ഡ് ആയേക്കണേ. ഇന്ന് 11 മണിക്ക് അലീന എന്ന് പറഞ്ഞൊരു കുട്ടി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 14ാമത്തെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആംഗുലറിന്റെ ഡെവലപ്പർ ആയിട്ടാണ് പ്ലേസ്മെന്റ് കിട്ടിയത്. റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞു, മെഷീൻ ടെസ്റ്റ് കഴിഞ്ഞു. മെഷീൻ ടെസ്റ്റ് നല്ല രീതിയിൽ കുട്ടി ചെയ്തു. പക്ഷെ HR ഇന്റർവ്യൂവിന് കുട്ടി അത്ര പോരായിരുന്നു. ആ കമ്പനിക്കാര് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിക്കും ടെൻഷനായി. കമ്പനിക്കാരെ വിളിച്ചപ്പോ അവിടുത്തെ HR പറഞ്ഞൊരു പോയിന്റ്, സാറേ ഒക്കെ ആക്കി വെച്ചേക്കാണ്, സെലക്ടഡ് ആണ് ആള്. അപ്പൊ ഞാൻ പറഞ്ഞു HR അത്ര കോൺഫിഡൻസ്, ആ കുട്ടി HR റൗണ്ട് അത്ര കോൺഫിഡൻസ് ആയില്ല എന്ന് പറഞ്ഞു, ടെൻഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. സാറേ അതൊന്നുമല്ല സാറേ, ഞങ്ങൾ നോക്കിയത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ഒരു ടാസ്ക് കൊടുത്താൽ അത് ചെയ്യാനും അത് ഫോളോ അപ്പ് ചെയ്യാനും കറക്റ്റ് സമയത്ത് മെയിൽ അയക്കാനും ഉള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്,
ആ കുട്ടി 100% ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ ഒരിക്കലും പറയാനില്ല. പക്ഷെ ആ കുട്ടി കറക്റ്റ് സമയത്ത് അതിനെ ഫോളോ അപ്പ് ചെയ്തു, ടാസ്ക് കൊടുക്കാനും. അപ്പൊ ഞങ്ങൾ ഒറ്റ കാര്യം നോക്കിയത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഭവം. ഈ ആറ്റിറ്റ്യൂഡാണ് എല്ലാ കമ്പനിക്കാരും നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ബിൽഡ് യുവർ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായി? ആറ്റിറ്റ്യൂഡ് വളരെ ഇപ്പൊ മുന്നോട്ട് പോകണം. ബിക്കോസ് പല IT കമ്പനികളും അതാണ് നോക്കുന്നത്. ബിക്കോസ് വർക്ക് ഫ്രം ഹോം ആ ഒരു മേഖലയിലേക്ക് IT ഫുള്ള് മാറി, എല്ലാ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. റിമോട്ട് ഡെവലപ്പർ അല്ലെങ്കിൽ റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അവിടേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ IT-യുടെ തന്നെ നോക്കുകയാണെങ്കിൽ പല കമ്പനികളും അവരെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് മാത്രമാക്കി വെച്ച് ബാക്കി എല്ലാ എംപ്ലോയീസിനെ വീട്ടിലിരുത്തി വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയത്ത് ഇതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി ഒരു ഇന്റർവ്യൂവിനെ നോക്കുമ്പോൾ അതെല്ലാം നോക്കും കമ്പനിക്കാരെ. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്ത് അടുത്ത റൗണ്ടിലേക്ക് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുമ്പോൾ ആ മെയിലിൽ ഒരു ടാസ്ക് തന്നിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം കമ്പനിക്കാർ നോക്കുന്ന ഒരു ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ നിങ്ങളും ഈ ട്രെയിനിങ്ങിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. കുറച്ചും കൂടി നിങ്ങളെ ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ പോവുക. നിങ്ങളെ ഒന്നും ഒരു ചെറിയ രീതിയിൽ നോട്ട്സെ ഒരു മാറ്റത്തിലേക്ക് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുകയാണ്. ചിലപ്പോ ഈ 3.5 വർഷം കോളേജ് ജീവിതത്തിൽ കുറെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാവും. അതിനെല്ലാം ഒന്ന് മാറ്റി നിർത്തുക. ഈ ഒരു തുടക്കം നല്ലൊരു പ്ലേസ്മെന്റ്സിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വളരെ ഇനീഷ്യേറ്റീവ് ആവശ്യമാണ്. ഇപ്പൊ 2 വാക്ക് സംസാരിക്കാന്ന് പറഞ്ഞ ആരാണ്? മെഹയല്ലേ? ഓക്കെ. മെഹ പറഞ്ഞോ. വീഡിയോ അങ്ങനെയൊക്കെ മുന്നോട്ട് വരണം കേട്ടോ. ഓക്കെ, മെഹയുടെ വീട് എവിടെയാണ്? മെഹനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. മെഹ, എന്റെ പേര് മേഹമോൾ ജോസഫ്. എന്റെ പേര് മേഹ. ഞാൻ വിസാറ്റിലെ EC സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ. എന്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയാണ്. ഇന്നത്തെ സെക്ഷൻ വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. അനു മാം എടുത്തു തന്നത് ഒരുപാട് മനസ്സിലായി ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ. എനിക്ക് സ്യൂഡോകോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലാഞ്ഞു. പക്ഷെ ഇന്ന് ചെയ്യിപ്പിച്ച 2 ക്വസ്റ്റ്യനും അനു മാം പറഞ്ഞത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഇത്ര നല്ല സെക്ഷൻ എടുത്തു തന്ന അനു മാമിനും നോഷയുടെ ടീമിനും വളരെ നന്ദി. ഓക്കെ, താങ്ക്സ്. ഇനി അനുമോളുടെ സെഷൻ വേണോ? നിങ്ങൾക്ക് ചോദിക്കാട്ടോ. വേണം. ഓക്കെ, അനുമോളെ. അനു ഓക്കെ, ഇനി വരുന്നുണ്ട്. ഇനി അനു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം 15 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി വയ്ക്കുക. ഒന്ന് നോഷയുടെ സൈറ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒരു സൈറ്റും കൂടെ ഉണ്ട്, മരിയെ ഇട്ട് കൊടുക്കട്ടെ ഗ്രൂപ്പിൽ. ഇന്ത്യാബിക്സ് കണ്ടിട്ടുണ്ടോ? ഇന്ത്യാബിക്സിന്റെ സൈറ്റ് ഹലോ കേട്ടിട്ടുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കേട്ടിട്ടുണ്ട് സർ. ഓക്കെ, ഇന്ത്യാബിക്സിന്റെ സൈറ്റ് ഒന്ന് നോക്കുക. അതൊക്കെ നല്ലൊരു സൈറ്റാണ്. നിങ്ങൾക്ക് പ്ലേസ്മെന്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നല്ലൊരു പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. കുറച്ചും കൂടി നമ്മൾ ശ്രമിച്ചാൽ ഇതൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. കഴിയുന്നത്രയും കുറച്ച് സമയം ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുക. അതൊക്കെ ഇതിന്റെ പാർട്ട് ഓഫ് ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് നിങ്ങൾ തന്നെ ശീലിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനം അച്ചീവ് ചെയ്യും. ഒരു ദിവസം 7 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത മഹാനാണ് ഞാൻ കേട്ടോ. ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ 7 ഇന്റർവ്യൂ പോയത്. അപ്പൊ ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമാണ് കേട്ടോ. എല്ലാരും കേട്ടോ? എനിക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു മൈൻഡാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ആ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ നോഷ അനൗൺസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവരും വന്നോളും. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. ജോലി കിട്ടുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം കേട്ടോ. അതിനെന്താ മനീഷ പറയണ ഇംഗ്ലീഷിൽ? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ കേട്ടോ. അപ്പോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നാളത്തെ ട്രെയിനിങ് സെഷൻസ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 10 മണിക്കാണ് ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് മരിയ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ലീഡേഴ്സ് 2 പേരുണ്ട്. അമലയുടെ ഫുൾ നെയിം എന്താ? ഹലോ, ഓക്കെ. അമല, then അഭിജിത്ത്, 2 പേര് നമ്മുടെ ഒപ്പം ഉണ്ട്. അവരെ ടീം ലീഡേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ടീം ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അനൗൺസ് ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം അവർ ഗ്രൂപ്പിലേക്ക് ഇടും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? അഭിജിത്ത്, വൈൻഡപ്പ് ചെയ്താലോ? ശരി, ബൈ ബൈ. ഓക്കെ, എന്നാ ശരി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നൗഷയുടെ ടീം മെമ്പേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നൗഷയുടെ ടീം മെമ്പേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വിശ്വാസ്, മനീഷ, മരിയ, അനു. റെക്കോർഡിംഗ് ഓഫ് ചെയ്തോ കേട്ടോ. മരിയ